Hello guys, welcome back to my YouTube channel. സൗദിയിലെ ഒരു നല്ല കമ്പനിയുണ്ട്. കമ്പനി പേരാണ് അറേബ്യൻ മിൽസ്. എൻ്റെ മോന് അവിടെ ഒരു ജോലിയുടെ ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ കൊച്ചിനെ അങ്ങോട്ട് വിട്ടാലോ എന്ന് ആലോചിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയണേ കേട്ടോ. കാരണം നിങ്ങളുടെ അഭിപ്രായം കിട്ടിയേ മതിയാവുള്ളൂ, അതൊരു പ്രശ്നം. ഒത്തിരി ജോലിയൊന്നും ഇല്ലാതെ നിൽക്കല്ലേ. ഞാൻ വിചാരിച്ചു അവന് സൗദിക്ക് പറഞ്ഞുകൂടാന്ന്. സൗദി റിയാദിലെ അറേബ്യൻ മിൽസ് നല്ലൊരു കമ്പനിയുണ്ട്. റീസെന്റ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, നല്ല കമ്പനിയാന്നാ പറഞ്ഞത്. ഇന്നലെ രാത്രിയായപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അന്നമ്മ എനിക്കൊരു മെസ്സേജ് കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, ചേച്ചി ഇതൊന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. വേല് ഭണ്ഡാരം കുത്താൻ നമ്മളിത് കാണണ്ട എന്ന് എത്ര ഒഴിവാക്കി പോയാൽ ഇത് നമ്മുടെ തലയിലോട്ട് വന്ന് കയറുന്ന ഒരു സീനാരിയോ ഉണ്ടല്ലോ. പിന്നെ ഒരു ലൂപ്പുണ്ട്, ആ ലൂപ്പിലേക്ക് ഞാൻ പോയി വീഴാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നമ്മൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ചിലർക്ക് അതൊരു തീനിയാണ്. ഫോൺ വിളിച്ചാൽ എടുക്കൂല, പോലീസ് വിളിച്ചാൽ എടുക്കൂല, വേറെ ഒന്നിലും റെസ്പോണ്ട് ചെയ്യത്തില്ല, അഡ്രസ്സ് പറയത്തില്ല. മനസ്സിലായില്ലേ? ഒരു പ്രത്യേകതരം ജീവിതമാണ് ഗൈസ്. അത്തരം ജീവിക്കുന്നവരാണ് ഇപ്പൊ ഷെഫീനയുടെ തട്ടിപ്പ് പുറത്താക്കി. തട്ടിച്ചെങ്കിലല്ലേ നീ തട്ടിപ്പ് പുറത്താക്കൂ. നിന്നെ ഞാനും വിശ്വസിക്കത്തില്ല. അച്ചോടി ഗ്രൂപ്പ് പിരിത്തുവിട്ട് അറിഞ്ഞില്ല. ഞാനും കൂടെ അറിയണ്ടേ? എന്റെ ഗ്രൂപ്പ് പിരിത്തുവിട്ടതിന്റെ കാര്യം ഞാനും കൂടെ അറിയണ്ടേ? നീ മാത്രം അങ്ങ് പറഞ്ഞാൽ മതിയാ എന്റെ ഗ്രൂപ്പ് അങ്ങ് പിരിന്നു പോയിന്ന്. എന്റെ അറിവിൽ എന്റെ ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ട്. അത് നീ ആരെങ്കിലും എടുത്തോണ്ട് പോയാ എന്തോ എനിക്കറിയത്തില്ല. അല്ല, നമ്മളെ ഗ്രൂപ്പ് അവിടെ ഇല്ലേ? ഗ്രൂപ്പ് കാണാതെ പോയാ? എല്ലാ ഗ്രൂപ്പും അതത് സ്ഥലങ്ങളിൽ അവിടെ തന്നെ ഉണ്ട്. കുറേ കൈൻഡ് ഇൻഫോർമേഷൻ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വെപ്പാട്ടിയായ നീ എന്ന ശവം നാറിക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടായി, തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ, സിമ്പിള്. ഇനി എൻ്റെ വോയിസ് എടുത്താൽ ഇനിയും തരും ഞാൻ, ഇനിയും തരും. ഇപ്പം എത്ര സ്ട്രൈക്കായി എണ്ണിക്കോ? എണ്ണി 3-4 സ്ട്രൈക്ക് എത്തുമ്പോൾ നിന്റെ അണ്ണാക്കി തരും അടുത്തത്. തർക്കമില്ലടി, അത് തന്നെയാണ് ഉദ്ദേശം. മര്യാദയൊക്കെ ഞാനങ്ങ് വിട്ട്. പിന്നെ എനിക്കൊരാളെന്നൊരു കമൻറ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നോക്ക് ഇമാതിരിയൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ചേച്ചി കേട്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. സെട്ടാ പ്ലീസ്, എനിക്ക് അങ്ങനത്തെ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം ടൈമില്ല, സമയം കുറവുണ്ട്. ലൈവ് വന്നാൽ ലൈവ് എടുത്ത് വെച്ച് ഇപ്പം അങ്ങ് ചീവും മൊത്തമൊന്ന് ഈ പൊട്ടക്കണ്ടിലെ തവളകളെടുത്ത് നമ്മളൊരു പരിധിയിൽ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? എൻ്റെ പൊന്നു സഹോ, ഇതൊന്നും ഇവിടെ വന്ന് പറഞ്ഞാൽ ഇവിടെ ഏക്കൂല. അങ്ങനത്തെ ഒന്നും താല്പര്യമുള്ള വ്യക്തിയല്ല. ഷെഫീന വിവിക്ക് 1, 2 അല്ല 3 ഗ്രൂപ്പുണ്ട്. ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ഈസ് ദെയർ ഓൺലി, ദെയർ ഇറ്റ് എക്സിസ്റ്റ്. എന്തെങ്കിലും അങ്ങ് വായ്ത്താളം വിളിച്ച് പറയുന്നത്. പിന്നെ എന്തുവാ, നിന്നെ അൽത്താഫ് എടുത്ത് മടി വെച്ച് അവന്റെ KUN നിന്റെ അണ്ണാക്കി കയറ്റി തന്ന. ഇപ്പൊ അൽത്താഫിന്റെ KUN തന്നെയാണ് നിന്റെ വായിക്കാത്തിരിക്കുന്നത്. കാണാനൊക്കെ വന്നായിരുന്നാ? അതോ സായിയുടെ KUN തന്നെയാണ്? ഏത് KUN തന്നെയാണ് വായിക്കാത്തിരിക്കുന്നില്ല? അപ്പൊ അവിടെ ഇല്ലല്ലോ സൗകര്യപ്രദമായിട്ട് ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരുടെ KUN തന്നെയാണ് ഇപ്പൊ വായിക്കാത്തിരിക്കുന്നത്. നീയാണോ ഉപയോഗിക്കണത്? അതേ നിന്റെ മോളാണോ ഉപയോഗിക്കുന്നത്? എങ്ങനെയടി ഇതെങ്ങനെ സാധിക്കുന്നടി? ഒരേ സമയം ഉമ്മാക്കും മോക്കും ഒരാൾ കാമുകന്മാര്. ഗ്രൂപ്പ് നല്ല ഒരു വാഴ നിന്നെ കൊണ്ട് ഒരു മലര് നടക്കൂല. നിനക്ക് ഷെഫീനാട വടിച്ചു കളയുന്ന രോമം പോലും വാല്യൂ ഇല്ല. നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? അതാണ് കുഴപ്പം. നിനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ നീ തന്തയെ കാണിച്ചിട്ട് കാര്യമില്ല. തന്ത അതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലീസ് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക, പോലീസുകാർ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക. ആ ആംബിയർ, അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഇനിയിപ്പോൾ പോലീസുകാരെടുക്കാൻ നിനക്ക് വിഷമമാണെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ ഫോണെന്ന് എടുക്കുക. അതല്ലേടി മര്യാദ. അപ്പം നീ എല്ലാവരും കൂടെ എന്തെങ്കിലും 2 കൊടുത്തങ്ങ് വിട്ടുവിടായിരുന്നോന്ന്? എടി കൊടുത്ത് വിടാൻ പറ്റിയവരാരെങ്കിലും ഡയറക്റ്റ് വിളിക്കാൻ പറയടി, കറക്റ്റ് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. അതെന്താ മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കുമെന്നാ? നീയൊക്കെ അവിടെ ഇരുന്ന് കുതിരപ്പാട്ട് പാടുന്ന ആർക്കിപ്പോൾ എന്ത്? പിന്നെ തട്ടിച്ച് വെട്ടിച്ച് പിന്നെ കോടിക്കണക്കിന് രൂപ കിടക്കണം കുറേ കൂത്തികൾ കയ്യിൽ, കോണക്കണക്കിന് കൂമ കിടക്കണം കൂത്തികൾക്ക് തരാനെ കൊണ്ട്. പിന്നെ അയാൾ എഴുതിയിട്ട കമൻറ്റ് അത് ആപ്റ്റാണ്. താങ്ക് യു സോ മച്ച് ബ്രോ, നിങ്ങൾ എഴുതിയിട്ടതാണ് കറക്റ്റ്. എനിക്ക് അത്രയേ ഉള്ളൂ, ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒരു നേരമെങ്കിലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദി കാണിക്കാതെ അലർന്നവള് എവിടെ പോയാലും അങ്ങനെയേ ചെയ്യുള്ളൂ. ചേച്ചി അനുഭവിച്ച് എന്തെങ്കിലും കൊടുക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത് അവൻ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ് ഉള്ളത്. ആ ഫ്രസ്ട്രേഷൻ അവൻ തീർക്കുന്നത് ഇതുപോലെ ഡിബേറ്റ്സിനൊക്കെ പോയിരുന്നിട്ടാണ്. നിങ്ങൾ വെറുതെ അവനിക്ക് വഴിവെട്ടി കൊടുക്കുകയല്ലേ. ഏതാണ്ട് ഉണ്ടയില്ലാ തോക്കം കൊണ്ടുവന്നിട്ട് ആരാണ്ട് വെടിവെച്ചെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. ഞാൻ ഒന്നും പറയത്തില്ല. എന്താണെന്നറിയാമോ, നമ്മുടെ കുറേ സുഹൃത്തുക്കൾ യുക്തിവാദികളുണ്ട്. നമ്മൾ അവരെ വല്ലതും ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ അവരെ അല്ല പറയുന്നത്,
യഥാർത്ഥത്തിൽ നമ്മൾ യുക്തിവാദികളല്ല പറയുന്നത്. യുക്തിവാദികളെന്ന് അഭിനയിക്കുന്ന ഒരുതരം വൃത്തികെട്ട കുറേ സത്വങ്ങളുണ്ട്, അവരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ കൊള്ളുക അത് യഥാർത്ഥ യുക്തിവാദികൾക്കായിരിക്കും. എനിക്ക് ആ സൗഹൃദ ബന്ധം നശിപ്പിക്കും താല്പര്യം. യു ഗോയിങ്? ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ചേച്ചി ചായ കുടിക്കാൻ ഒരു 10 അയച്ചു തരുമോ? ഇല്ലടാ, എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ തന്നെ ചായ വീട്ടിലിട്ടാ കുടിക്കണേ. നീ ഇത്തിരിപ്പുലം വെള്ളം അടുപ്പി വെക്കും, ഇത്തിരിപ്പുലം പഞ്ചസാരയും ഇച്ചിരിപ്പുലം തേയില ഇട്ടാൽ ചായ ആവും. നീ അതിന് 10 കായും കൊണ്ട് എവിടെ പോകണം? വീട്ടിൽ ചോറും കറിയൊന്നും ഇല്ലേ? ഒന്നാമത്തെ കാര്യം. മൈ ഗ്രൂപ്പ്സ് സ്റ്റിൽ ദെയർ ഈസ് നോ ഗ്രൂപ്പ് ഡിലീറ്റഡ്. ഒരു ഗ്രൂപ്പും പിരിത്തുവിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. സെക്കൻഡ് തിങ്, ഒരു 108 കോളെങ്കിലും വിളിച്ചിട്ടുണ്ട്. ഫോൺ എടുക്കാനുള്ള ആംബിയർ ഇല്ലാത്ത നാറി. ഫോൺ എടുക്കാനുള്ള ആംബിയർ വേണം. ആ നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ പ്രൈവസി വയലേഷനാവും. അപ്പം അത് ഫോൺ എടുക്കാനുള്ള ആംബിയർ ഇല്ലാത്ത നാറി വരുമ്പം നിന്റെ ആ വെപ്പാട്ടനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ അൽത്താഫ് വ്ളോഗർ എന്നെ കാണുന്നുണ്ടെങ്കിൽ, എടാ അൽത്താഫേ, ഇവള് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ തെറി പറയുന്നില്ല, പക്ഷെ അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരും. ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ ഉമ്മ വെപ്പാട്ടന്റെ കൂടെ കിടന്നിട്ടാണ് നിന്നെ ഉണ്ടാക്കിയത്. അങ്ങനെയാണോ അൽത്താഫേ? അതുകൊണ്ടാണോ ഈ നാറിക്ക് നീ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇല്ലെങ്കിൽ സോറി കേട്ടാ വയ്യ, നീ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അവളിങ്ങനെ പറഞ്ഞ കാര്യമേ ഞാൻ കേട്ടുള്ളൂ. 5 മിനിറ്റ് കണ്ടുള്ള 5 മിനിറ്റത്തുള്ള മറുപടിയാണ്. ഞാൻ സാധാരണ ഇത് കാണാൻ പോയാൽ ഞാൻ മറുപടി പറയുന്നുള്ളതുകൊണ്ടാണ് കാണാൻ പോകാത്തത്. നീ അവക്ക് സപ്പോർട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സായിയുടെ അമ്മ എവിടെയെങ്കിലും പോയി വെപ്പാട്ടി സിസ്റ്റത്തിൽ ജീവിച്ചോളാണ്, അതുകൊണ്ടാണ് ഈ വെപ്പാട്ടിയായിട്ട് നടക്കുന്ന അവക്ക് സപ്പോർട്ട് പറയണേ. ഈ ജട്ടി ജിനുവിന്റെ ലൈവിൽ വന്നിരുന്നു കൊണ്ട് സുലേഖ എന്ന സ്ത്രീ കരഞ്ഞു വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അവരുടെ 3 കുഞ്ഞുങ്ങളുടെ അന്നം മുട്ടിച്ച കഴിവേറി മോനാണ് ഇവനെന്ന് കൃത്യമായിട്ട് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ തോന്നിയില്ലേ? എൻ്റെ കയ്യിൽ നിന്ന് 3500 വാങ്ങിച്ച് കോണാത്തി വെച്ചിട്ടാണ് ഞാൻ തട്ടിപ്പുകാരി എന്ന് പറയണം. നീ പറഞ്ഞോ ഞാൻ തട്ടിപ്പുകാരിയെന്നോ, ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറ്റിച്ചെന്നോ, വിസ തട്ടി, നീ എന്ത് പറഞ്ഞോ? പക്ഷെ എൻ്റെ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരാനുള്ള ആ ധാർമ്മികത കാണിക്കണ്ടേ? ഇല്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പബ്ലിഷ് ചെയ്യും. ഞാൻ നിനക്കിട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്യും. നീ എൻ്റെ നിന്ന് വാങ്ങി നക്കിയത്, വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ താഴെ കടയിലുള്ള ആളുടെ 4000 രൂപയുടെ സാധനം തിന്നാൻ വാങ്ങിയത് ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്യും. അങ്ങനെ വാങ്ങി നക്കിയ ചരിത്രമുള്ള നീ എന്ത് യോഗ്യതയാണടി ഉള്ളത്? ഇത് കഴിയുമ്പോൾ എന്നെ കിടന്ന് വിളിച്ചിട്ട് ഞാൻ തെറി വിളിച്ചത് പറഞ്ഞിട്ട് പറയരുത്. ഞാൻ ഇതുകൊണ്ടാണ് ലൈവ് വരാത്തത്. ഒന്നാമത്തെ കാര്യം, സൺഡേ മാത്രമായി നിജപ്പെടുത്തി വെച്ചിരിക്കുന്ന എൻ്റെ ലൈവുകൾ. അതും ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് പിന്നെ ദീപാവലി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ താഴെ ഒരു പള്ളിയിൽ എന്തോ ഒരു ചടങ്ങാണ്, എന്താ വിശേഷമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ബാൻഡ് മേളവും ബഹളവും ഭയങ്കര ലൗഡ് വോയിസും ഒക്കെ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഇച്ചിരി സമയം കിട്ടിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് 2 വീഡിയോ ചെയ്തിട്ട്, ഞാൻ 2-3 വീഡിയോ എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഈ സൗണ്ട് പൊല്യൂഷൻ കാരണം. ഇന്നിപ്പോൾ സൗമ്യമായിട്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ദീപാവലി പടക്കങ്ങൾ പൊട്ടിക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇന്നലെ വരാതെ ഞാൻ ഇന്ന് തന്നെ വന്നത്. പിന്നെന്താ, ലൈവ് നിർത്താനുള്ള വകുപ്പാകും. നീയൊക്കെ വിചാരിച്ച ഒരു ഊമ്പല് നടക്കത്തില്ല. നിനക്കൊക്കെ ഒളിച്ച് നടക്കേണ്ടി വരും. ഷെഫീനെ നല്ലപോലെ അഡ്രസ്സ് പറഞ്ഞ് അന്തസ്സായിട്ട് നിൽക്കും. 6-7 കൊല്ലമായിട്ട് കോട്ടയത്ത് നിന്നുകൊണ്ട് ഇതുപോലുള്ളൊരു പന്ന തട്ടിപ്പുകാരിക്കെതിരെ നല്ല ശക്തമായി പ്രതികരിച്ചവളാണ്. പിന്നെ പലരും ചോദിക്കുക എന്താ തെറി വിളിക്കുന്നത്, എന്താ മോശം വാക്കുകൾ പറയണമെന്ന്. ഒരു കാര്യം പറയാം, നമ്മൾ സംസാരിക്കുന്നത് ഡിഗ്നിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ അടുത്തല്ല, നമ്മളെപ്പോലെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ പിറന്നവരടുത്തല്ല. വെപ്പാട്ടികളും വേശകളുമായ കുറെ പെണ്ണുങ്ങളെടുത്ത് സംസാരിക്കുമ്പം അവളുമാരുടെ ഗ്രേഡിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും. അതാ നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരികളെ ഓക്കാൻ വിട്ടുകൊടുക്കുന്ന പരിപാടി എനിക്കില്ല. എനിക്ക് എൻ്റെ സൗഹൃദങ്ങൾ വിലപ്പെട്ടതാണ്. അവർ സമൂഹ മാധ്യമങ്ങളിൽ നാശമാകുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. അതുകൊണ്ടാണ്. അതിനൊരു കുഞ്ഞുണ്ട്, അതിനൊരു ജീവിതമുണ്ട്, അത് ലൈഫിൽ മുന്നേറായിരിക്കുന്ന ഒരു പെണ്ണാണ്. ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡിൽ അത് ഓരോന്ന് പറയുന്നു എന്നതിനപ്പുറം അതിനോട് കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കും. നിങ്ങളെയൊക്കെ അവൾ തെറി വിളിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് തലേ കയറുന്നില്ലല്ലോ, എന്തുകൊണ്ടില്ല? അവളടുത്ത് അങ്ങനെ നിൽക്കുന്നവരടുത്ത് അവൾ ആരെ ഉപദ്രവിക്കാൻ പോകില്ല. അവളെ ചോഴണ്ടും അവൾ തിരിച്ചു കയറി മാന്തും, അത്രയേ ഉള്ളൂ. എൻ്റെ പൊന്നിത്ത എന്ന് അവളുടെ ലൈവ് കണ്ട് എൻ്റെ പൊന്നു ബീനെ, ഇത് കാണാനായിട്ട് നമ്മൾ പോവരുത്. ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് അന്നമ്മ കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ട് ഞാൻ അധികം ഞെക്കിയും പോയി. ഡയറക്റ്റ് അതിലോട്ട് പോയപ്പോൾ ഇരുന്ന് മോങ്ങി തള്ളുന്നു. ഞാൻ സ്മൈലി ഇട്ടു, അത് സത്യമാണ്. കാരണം ഇവള് കരയണം, ഇവള് ലൈഫിൽ ഉടനീളം ഇവള് ഇങ്ങനെയല്ല, ഇവള് കരയും. ഇവളുടെ മോള് പ്രഗ്നന്റ് ആകും. നീ നോക്കിക്കോ, എഴുതി വെച്ചെന്റെ നാക്ക് പൊന്നാണ്. ഇവളുടെ മോള് പ്രഗ്നന്റ് ആവും. അത് ഈ തൊട്ടി കാമത്തവള കാരണമായിരിക്കും. അവൻ ആ പെണ്ണിനെ കയറി പണിയും, ഒരു തർക്കവും വേണ്ട. അതിൽ കൂടെ ആ പെണ്ണ് പെറും, അതിനെയും കൂടെ ഇവള് നോക്കേണ്ടി വരും. അതാണ് കാണാൻ. സുലേഖ പറയുന്നുണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് പറയിക്കണ്ടല്ലോ. സുലേഖ പറയുമല്ലോ, ഇവൻ കാമക്കഴപ്പ് പിടിച്ച കാമ തവളയാണ്. ഇവൻ ആ പെണ്ണിനെ പ്രഗ്നന്റ് ആക്കുന്നിടം വരെ ഇവളെ ഈ കഴപ്പ് കാണും. ഈ അമ്മമാര് പെൺകുട്ടികളുണ്ടെങ്കിൽ കുറെ അടങ്ങണം.
കുറെ അടങ്ങിയില്ലാച്ചാൽ അത് അതുപോലെ അനുഭവിക്കേണ്ടി വരും. രണ്ടാമതൊരുത്തനെ നമ്മൾ ചൂസ് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ഇപ്പം ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നമ്മൾ എന്തുകൊണ്ടാണ് മറ്റൊരു മാരേജിനെ പറ്റി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത്? അത് നമ്മളുടെ കുട്ടികളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ പോകുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മുടെ കാമം തീരും. നമുക്ക് കാമക്കഴപ്പള എടുത്തിട്ടാണല്ലോ അടുത്തൊരുത്തൻ്റെ കൂടെ ഓടാൻ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവൻ സെക്കൻഡാണ്, ഒരു കാരണവശാലും അവൻ ഒറിജിനൽ ആകത്തില്ല. അപ്പൊ ആ വ്യത്യാസം അവിടെ കാണിക്കും. അത് നമുക്ക് സഹിക്കാനൊക്കത്തില്ല. ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ കാര്യം അതിന്റെ ഉപ്പ അടിക്കുന്നത് പോലെ അല്ലായിരിക്കും എൻ്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് അവനെ അടിക്കുകയോ മറ്റോ ചെയ്താൽ എനിക്കത് സഹിക്കാനാവത്തില്ല, വഴക്കുണ്ടാവും, തീർച്ചയായിട്ടും ഞാൻ ഉടക്കും, ഞാനാണെങ്കിൽ ഉടക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ആർക്കും എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ വിവാഹത്തിലുള്ള കുഞ്ഞുങ്ങളെ അവരുടെ പേരൻസ് എടുത്ത് മാറ്റണം. അല്ലാതെ ഇത്തരത്തിൽ വിട്ടുകൊടുക്കരുത്. ഈ കാമക്കഴപ്പ് പിടിച്ചവൻ കുടിച്ച് പേത്ത് വന്ന് ഇവിടെ വായിൽ പെടുത്തു കൊടുത്തിട്ട് ആ പെങ്കൊച്ചിന്റെ ദേഹത്ത് കയറി കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇന്നാന്ന് വിളിച്ചോ, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചോ നിങ്ങൾ. ഇവൾ ഇതുപോലിരുന്ന് പട്ടി മോങ്ങുന്നാണൊക്കെ വന്നിരുന്ന് മോങ്ങും. അതിന്റെ കാരണം ഈ കാമത്തവള തന്നെയാണ്. ഈ കാമത്തവള കയറി ആ കൊച്ചിനെ പണിയും. അത് കാണാം നമുക്ക്. ഇത് വളരെ ജെന്യുനായിട്ട് പറയണം. പിന്നെ ആരും എടുക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. ആരും വിശ്വസിക്കാൻ ഷെഫീനെ എവിടെയും പോയി ആരെയും ചതിച്ചിട്ടില്ല, ഒരാളെയും ചതിക്കേണ്ട കാര്യമില്ല. നീ ഉൾപ്പെടെ ഷെറിൻ ഉൾപ്പെടെ എന്നെ ചേർന്ന് നിന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കിയ ചരിത്രങ്ങളേ ഉള്ളൂ. സൗമ്യയുടെ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിന് ഞാൻ കൊടുത്തതാണ്. അതെനിക്ക് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. പക്ഷെ ലിസ്റ്റിൽ നിങ്ങളെക്കാൾ കൂടുതൽ എമൗണ്ട് അവിടെ വാങ്ങിയിട്ടുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൊടുത്തതാണ്, അറിഞ്ഞ് ഹദിയ ചെയ്തതാണ്. കാരണം എനിക്ക് വയ്യായ്മയുള്ളൊരു കുഞ്ഞിനെ കണ്ടപ്പോൾ അതിന് പാമ്പേഴ്സ് വാങ്ങിക്കാനെന്ന രീതി, അതിന് ആഹാരം വാങ്ങിക്കാൻ, പാല് വാങ്ങിക്കാനെന്ന രീതി നമ്മൾ കൊടുത്തത് തന്നെയാണ്. അത് മാത്രമല്ല ഈ ഫിജോയുടെ കേസും അത് തന്നെ. ആ പൈസ ഞാൻ തിരിച്ചു വാങ്ങിക്കൂലായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ ആസ്തിയുണ്ട്, 3 ലക്ഷം രൂപ വരുമാനമുള്ളൊരു സ്ത്രീയായിരുന്നു ഞാൻ. എനിക്ക് അതിൽ കുറച്ച് പൈസ ഒരാളെ സഹായിക്കാൻ കൊടുക്കുന്നതിൽ ഒരു നാണക്കേടും ഒരു വിഷമവും ഇല്ല. പക്ഷേ അത് അർഹതപ്പെട്ട കൈകൾക്കല്ല പോകുന്നതെങ്കിൽ ഞാൻ തിരിച്ചു വാങ്ങും, അതിൽ തർക്കമില്ല. അത്രയേ ഉള്ളൂ. ഈ ഇത്രത്തോളം കേടുകെട്ട, ഇത്രയും നെറികെട്ട ഒരു കൂട്ടായ്മ വേറെ ഉണ്ടാ? നമ്മൾ ആരെങ്കിലും ഇപ്പൊ എന്റെ കൂട്ടായ്മ, എന്റെ വാട്സപ്പ് കൂട്ടായ്മ അവിടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും, എത്രയോ പേരുണ്ട് അതിനകത്തുള്ളവർ തന്നെ അതിനകത്ത് വന്നിരിക്കണേന്ന് അറിയാം. നിങ്ങൾ ആരെങ്കിലും അവിടെ വന്നിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആളെ പോയി കുത്തിയിട്ട് വാ, ഇന്ന ആളെ പോയി ഉണ്ടാക്കിയിട്ട് വാ എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ആരെയും പറയാം. എനിക്ക് പറയാനുള്ള എന്തെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് അതിനകത്ത് കൊണ്ടുവന്നിട്ട സന്തോഷം, ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. സായി ഒക്കെ കേസ് എടുക്കുന്നില്ല എന്ന് ഇവനൊന്നും ആരും മൈൻഡ് ചെയ്യും ഇതുപോലെ ചെയ്യാത്തത് കുടുംബത്തെ പറയുന്നത് കൊണ്ട് തന്നെയാണ്. ഹായ് അമ്മ. സായി ഒക്കെ കേസ് എടുക്കുന്നില്ല. സായി കേസ് എടുക്കട്ടെ, സായി ഈ വിഷയം എടുക്കട്ടെ. ഞാൻ തട്ടിപ്പുകാരിന്ന് സായി പറയട്ടെ. ബാക്കി സായിക്ക് അപ്പോഴാണ് ഞാൻ കൊടുക്കാനിരിക്കുന്നത്. സായി പറയട്ടെ, സായിക്ക് അത്ര ചുണയുണ്ടെങ്കിൽ സായി എടുക്കട്ടെ. പിന്നെ അൽത്താഫിനല്ലേ കൂട്ടുപിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞത്, ആ അൽത്താഫ് പറയട്ടെ. ഷെഫീനയുടെ മാറ്റർ അൽത്താഫ് ഒന്ന് എടുക്കട്ടെ, ഞാൻ കാണട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഈ ഷിത എന്ന് പറയുന്ന സ്ത്രീയുടെ കേസ് ഞാൻ സമ്മതിച്ച കേസാണ്. ഞാൻ അത് എപ്പോഴും പറയുന്നത് കേസുമാണ്. എനിക്കങ്ങനെ ഇപ്പം അയ്യോ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ പറയട്ടെ. അതെ, ഷിതയുടെ കേസ് നേര് തന്നെയാണ്, അതിനകത്ത് ഒരു തർക്കമില്ല. വേറെ ഇപ്പൊ ആണുങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ നോ എന്ന് തന്നെ പറയും. പിന്നെ എനിക്ക് എൻ്റെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്ന് ഈ ജാമിത ഇഷ്യൂലൊക്കെ ആരൊക്കെയോ സപ്പോർട്ട് ചെയ്തത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി. അവരൊക്കെ ഇപ്പോഴും മാസം സഹായിക്കാറുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്, എനിക്കിപ്പോഴും വരാറുണ്ട്. സത്യമായിട്ട് ഒത്തിരി പാവപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു. എല്ലാ മാസവും ഞാൻ എപ്പോഴും തിരിച്ചയക്കും. എന്നിട്ട് ഞാൻ വഴക്കും പറയും. 250 വെച്ച് എല്ലാ മാസം ഇടാറുണ്ട്. എനിക്ക് ഈ പൈസ അവർ തരാറുണ്ട്. എനിക്ക് വേണം, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബാധ്യതയുണ്ടെങ്കിൽ ഞാനത് കൈപ്പറ്റാറുമുണ്ട്. എനിക്ക് അതിനകത്തൊന്നും ഒരു കുറവോ അല്ലെങ്കിൽ സ്റ്റോപ്പ് മെമ്മോയോ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇതൊക്കെ നിന്റെ തോന്നലുകളാണ്. പിന്നെന്താ മിണ്ടാത്തേന്ന്? നിന്നോളം താഴാൻ ഞാൻ വെപ്പാട്ടിയായിട്ട് ജീവിച്ചിട്ടില്ലടി. ഞാൻ അന്തസ്സായിട്ട് വിവാഹം കഴിച്ച് ഭാര്യയായിട്ട് ജീവിച്ചോളാം. ഞാൻ വെപ്പാട്ടിയായിട്ട് ജീവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കേട്ടെടുത്ത് അത് തന്നെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് കാന്നിരുന്ന് പറഞ്ഞാൽ നീ എന്തോ മിടുകിയായെന്നാണ് നിന്റെ വിചാരം. ഇടയ്ക്കിടയ്ക്ക് നിന്റെ വീഡിയോസ് നീ തന്നെ എടുത്തു വെച്ചൊന്ന് നോക്ക്. മോങ്ങി അലറി കഴിഞ്ഞ് നീ പിന്നെ റെയിൽവേ ട്രാക്കിൽ ചത്ത് കിടക്കൂന്ന് പറഞ്ഞതിന് ഞാനായിരുന്നാലും ശരി, ഇല്ല പെണ്ണ് മുന്താസായിരുന്നാലും ശരി, നിന്റെ കണ്ണീരിൽ വീണവരാണ് എല്ലാവരും. ആ കണ്ണീരിൻ്റെ ഇത് എല്ലാവർക്കും നീ കൊടുത്തിട്ടുമുണ്ട്. സുധാ സന്തോഷ്, ഞാൻ കണ്ടു കേട്ടോട്ടി. ഞാൻ കാണാറുണ്ട് നിങ്ങൾ വന്ന് കമന്റ് ഇടുന്നത്. ഇതിന് മുമ്പ് ഒരു സായകം എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇടുമായിരുന്നു. അവർ വന്ന് കമന്റ് ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അടുത്ത് ഇനി അവരായിരിക്കും നമുക്ക് എഗൻസ്റ്റ് വരും. അതുകൊണ്ട് ഞാൻ മൗനമായിട്ടിരിക്കും. ലേഡീസ് എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ മൗനമായിട്ടിരിക്കും. അതിനകത്ത് ബാക്കിയുള്ളവരല്ലേ, ഫൗസി ആയിരുന്നാലും ഒത്തിരി പേര് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ പ്രൈവറ്റ് മെസ്സേജ് അയക്കാൻ ഞാൻ കമ്പൽസറി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്ന എന്തിനാണ്? അതൊരു സംഘടനയാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ.
പിന്നെ അക്സ്മ എന്ന ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ ഒറ്റ പ്രശ്നമുണ്ട്, ഞാൻ മാത്രം ഹെഡാകുന്ന ഒരു രീതിക്ക് എനിക്ക് താല്പര്യമില്ല. കാരണം ഒറ്റയാൾ പോരാട്ടത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനൊരു സംഘടനയുടെ പിൻബലമൊന്നും എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ തോന്നുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് എൻ്റെ ഈ തിരുവനന്തപുരത്തുള്ള കുറച്ച് പേരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുമെന്നല്ലാതെ മറ്റ് ജില്ലകളിലുള്ളവരുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അത് ശരിയെപ്പെട്ട് വരത്തില്ല. നമുക്ക് അത്രയും ക്ലോസ് അറിയുന്നവർ മതി, അല്ലാത്തവർ വേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് 10 തെറി നീ വിളിച്ചാൽ അത് നിന്റെ തള്ള നിന്നെ വളർത്തിയ സംസ്കാരം. പിന്നെ എൻ്റെ മകനെയും ചേർത്ത് അതും നിന്റെ തള്ള നിന്നെ വളർത്തിയ സംസ്കാരം. നീ നിന്റെ സഹോദരൻ്റെ ഒപ്പം നിന്റെ അമ്മ കിടന്നുറങ്ങണത് കണ്ട് അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് നീ വിളിച്ചു പറയണം, അത്രേ ഉള്ളൂ. പിന്നെ ആ ലൂപ്പിലേക്ക് എൻ്റെ ഇപ്പോഴും സനു കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. സനുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, കൊച്ചെ നല്ല കാലിബറുള്ള കുട്ടിയാണ്, നീ നിന്റെ ജോലി നോക്ക്. ഇവറ്റകളോട് മല്ല് കുത്താനും ഇവറ്റകളോട് വർത്താനം പറയാനും പോയി ഉള്ള സമയം വേസ്റ്റ് ആക്കാതെ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നുള്ളതാണ്. ഇത് കാമകഴപ്പ് പിടിച്ച കുറേ എണ്ണമാണ്, അവിഹിത പുണ്ടച്ചികൾ. അതുങ്ങൾ ആ വഴിക്ക് വിടുക. ഈ ആസ്ട്രേലിയയിൽ ഇരിക്കുന്ന പ്രിൻസി എന്ന് പറയുന്നവൾക്കും ഈ പവർ എന്ന് പറയുന്നവനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ചെയ്തു കൊടുക്കണം. അവന് പെണ്ടാട്ടിയില്ല, അവൾക്ക് മാപ്പിളയില്ല. അവർ വാട്സപ്പ് ത്രൂ ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തരുടെ കേസ് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആരൊക്കെ എന്തൊക്കെയായിരുന്നു പ്രശ്നം എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും അതവിടെ കിടപ്പുണ്ട്. ഈ ഓസ് മലയാളി എന്ന് പറയുന്ന ഈ പിന്നെ പ്രിൻസി എന്ന് പറയുന്ന വിഷജന്തു വേശ അവളും അവളുടെ കുറെ പെണ്ണുങ്ങൾ കൂടെ ചേർത്ത് ഈ പവർ എന്ന് പറയുന്നവനുമായിട്ട് വാട്സപ്പ് ത്രൂ പെൺകുട്ടികളെ വളയ്ക്കുക, അവരുമായിട്ട് സെക്സ് ചാറ്റ് നടത്തുക എന്നുള്ളത് അവരുടെ പരിപാടിയാണ്. ഇത് നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞത് ആമി എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. നമ്മളത് പബ്ലിഷ് ചെയ്തു. എൻ്റെ അടുത്ത് അങ്ങനെ ഏത് കുട്ടികളും എന്ന് പറഞ്ഞാൽ വിത്ത് എവിഡൻസ് ആണെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യും. അത് എൻ്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് അതിനകത്ത് ഈ പിന്നെന്താ സായിയൊക്കെ പോലെ പിടിച്ച് പറിച്ചിലൊന്നുമില്ല. എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പറയും. ന്യൂസ് 8ന്റെ ഹെഡ്ലൈൻ, അക്ബറിനെ മുസ്ലിം ആയോണ്ടാണോ ഔട്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന്. ആ ഒരു ഒറ്റ ഹെഡ്ലൈൻ പോരെ സമൂഹത്തിൽ വലിയ വിള്ളൽ സൃഷ്ടിക്കാൻ. അത് ന്യൂസ് 18 എന്ന ചാനൽ അതല്ലേപ്പാ. അപ്പോൾ അവരങ്ങനെയുള്ളൂ. ഷൈനി വർഗീസ്, ഹാസു കോണസുഖം, അസീന ഇമോജി കറക്റ്റ് നമ്പേഴ്സ്. ചായി ചേച്ചി കണ്ടിട്ട് ഒരുപാട് കാലം. ഞാൻ ഞായറാഴ്ച മാത്രം ലൈവ് വരുന്ന കണക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച മാത്രമേ വരുള്ളൂ. ഇന്നലെ എനിക്ക് ഇവിടെ ഭയങ്കര താഴെ കുറേ കുട്ടികളുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് ഫയർ വർക്ക്സ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് സൗണ്ട് ഭയങ്കര വരുന്നു. ഞാൻ തന്നെ ഇരുന്നിരുന്ന് ഞെട്ടുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. ഇന്നിപ്പോൾ ഇത്തിരി അടക്കമുണ്ട്. എന്ത് പറ്റിയാന്തോ. അല്ലെങ്കിൽ സാധാരണ ഒരു 7:30 അപ്പുറം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കാമെന്നൊക്കെ അല്ലേ. എന്തൊരു സീന, പിള്ളേരല്ലേ, ലീവല്ലേ. ഇന്നിപ്പോൾ എല്ലാത്തിനും അടക്കമുണ്ട്. ഹൈ, സുഖമാണോ? പിന്നെ റസീനയുടെ കേസ്, സുലേഖയുടെ ഭർത്താവിനെയാണ് കൊണ്ടു കിടക്കുന്നത്. ആ കാമത്തവള അവളുടെ കൊച്ചിനെ കണ്ടിട്ടാണ് കൂടെ നടക്കുന്നത്. ആ കൊച്ചാണ് നോട്ടം. തഴക്കോ മുഴക്കോ ഒക്കെ ഉള്ള കുട്ടിയല്ലേ, അതിനെയാണ് അവൻ്റെ നോട്ടം. ഇത് കോമഡി പീസ്, ഇത് ജസ്റ്റ് സാമ്പിൾ പീസിനെ കൊണ്ട് നടക്കും. രുചി വ്യത്യാസങ്ങൾ വേണമെന്ന് തോന്നുമ്പോഴത്തേക്ക് കൊച്ചിനെ തപ്പും. അത്ര തന്നെ. സ്വന്തം കുഞ്ഞാണെങ്കിലല്ലേ ഒരു ഇതൊക്കെ വരുള്ളൂ. ഇതങ്ങനെയല്ല, മറ്റേനുകൊണ്ട് കിടക്കുന്നതാണ്. നമുക്ക് മനസ്സിലായ കാര്യമുള്ള അവസാനം ഉപയോഗത്തിന് ശേഷം ചണ്ടിയാക്കി വലിച്ചെറിയുന്ന ദിവസം ഇതുപോലെ ഇരുന്ന് ചായി അൽത്തണ്ണ എൻ്റെ കേസ് ഒന്ന് ഇടണ്ണ, എന്നെ കാമത്തവളെ ഊംഫിച്ചമ്മ, എന്നെ ഒന്ന് ഇടണ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് മോങ്ങും. അപ്പം നമുക്ക് കാണാം. ഷഹിത, അജ്മൽ അമീർ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യും. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലടേ. എനിക്ക് ആരും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എനിക്കൊന്ന് വിവിയൊക്കെ ചെയ്തെന്ന് തോന്നണല്ലേ. ഞാൻ ചോദിച്ചില്ല, ഞാൻ അതിലേക്ക് പോയില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളിലായിരുന്നു. എനിക്ക് അറിയത്തില്ല, എനിക്കതിൻ്റെ ഡീറ്റെയിൽ അറിയത്തില്ല. ഞാൻ ആരുടെയും വീഡിയോ കാണാനും പോയില്ല. പിന്നെ ഈ കുൽസിതമൊക്കെ ആയതുകൊണ്ട് വേറെ ജോലിയില്ല, കാണാൻ പോയില്ല. അതുകൊണ്ടാണ് അറിയത്തില്ല, അറിയാത്തത്. വണക്കം തമിഴ്നാട്, വണക്കം. ഹൈ തലവീത്തു. അജ്മൽ അമീറിൻ്റെ കേസ് ഞാൻ പറയാൻ ചാൻസ് കുറവാണേ. അതിന് പഠിക്കാൻ വയ്യടേ, മെനക്കെടാൻ വയ്യ, അതുകൊണ്ടാണ്. ബൈ ദ വേ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നു. നമ്മുടെ ഹൈ റേഞ്ച് ഫാമിലിയുടെ കൊണാണ്ടറ നീ ഫേക്കിൽ വരുമല്ലേ. ആദ്യം ഫേക്കിൽ വന്നേ, എന്താ ജീസസ് മീ അങ്ങനെ എന്തോ ഒന്നിലാണ് വന്നത്. ഞാൻ അതിന് 2-3 കമൻറ്റ് ബാക്ക് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ലാംഗ്വേജ് ഭയങ്കര പറയാ അല്ല, അങ്ങനെയാണ് അവൻ അവിടെ ഞാനെന്തോ പൈസ വാങ്ങിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ട് താങ്കളുടെ വീഡിയോ രേവതിയെ ഭിത്തിയിൽ ഒട്ടിക്കുന്നത്. എന്തായാലും വിളിച്ചു, താങ്ക് യു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് കമൻറ്റ് ഇട്ടേ. പിന്നെ എനിക്ക് തോന്നി വേണ്ട. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, അതങ്ങ് ഡിലീറ്റ് ചെയ്തു. നോക്കുമ്പോൾ അടുത്ത് വേറെ ഒന്നിൽ വരുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് അറിയാമോ, കുഞ്ഞാറ്റയുടെ ടൈം ലൈൻ പോയി നോക്കുമ്പോൾ പുള്ളി അവിടെയും കിടന്നങ്ങനെ തുഴയുകയാണ്. ഫേക്ക് ഐ ഡി കിടന്നങ്ങ് ഒരു രക്ഷയില്ലാത്ത തകരാറ് കളികളാണ് അതിനകത്തങ്ങ് നടത്തുന്നത്. അപ്പം തന്നെ ഒക്കെ മനസ്സിലായത് ഫേക്കാണെന്ന്. റിയൽ ഐ ഡിയിൽ നീ വന്ന് കമൻറ്റ് ഇടാ, ഞാൻ എനിക്ക് നിനക്ക് റിയൽ ഐ ഡിയിൽ മറുപടി തരും. നീ ഫേക്കിൽ വന്നാൽ നിനക്ക് ഞാൻ ഫേക്ക് ഇട്ട് ഇവിടെ ഇട്ട് നുഴയാൻ ഞാൻ സമ്മതിക്കത്തില്ല, താല്പര്യമില്ല. പിന്നെന്താ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ നീ പെറ്റിടാ. ഇൻസ്റ്റയിലേക്ക് ഞാൻ വരുന്നുണ്ട്, നീ അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോറീസും കൂടുതൽ ലൈവുകളും ഇൻസ്റ്റയിൽ എൻ്റെത് ഉണ്ടാകും.
തീർച്ചയായിട്ടും ഞാൻ ഇൻസ്റ്റയിലേക്ക് ചെക്ക് ചെയ്യാറുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. ഇൻസ്റ്റ കൈകാര്യം ചെയ്യുന്ന മോനാണ്. എനിക്കങ്ങനെ ഇൻസ്റ്റയോട് വലിയ ഒരു ഇത് തോന്നില്ല. പിന്നെ മാത്രമല്ല കണ്ണൻ മുമ്പ് അവനാണ് എൻ്റെ ഇൻസ്റ്റ കൈകാര്യം ചെയ്തിരുന്നത്. അവ എപ്പോഴും പറയും, ഓ ഇതിനകത്ത് ഇതൊന്നും ഇടണ്ട, വേറെ എന്തെങ്കിലും കുറച്ച് പാട്ടോ ഫാമിലി ഇതൊക്കെ ഇടുമോ, അതൊക്കെ കുറച്ച് ആക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടുന്നത്. എനിക്കതൊന്നും അറിയത്തില്ലടേ. ഒന്നാമത് വയ്യാത്ത ഒരാളാണ്, കാല് വയ്യാത്ത ഒരാളാണ്. എഴുന്നേറ്റ് ഇന്ന് ഡാൻസ് കളിച്ച് ഇല്ലാത്ത കൊണ്ടൊന്നും കാണിക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ഒരു പരിധിവരെയൊക്കെ ചെയ്യുമായിരുന്നു, മുമ്പൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പോഴില്ല, ഇപ്പം പറ്റത്തില്ല. അത് മാത്രമല്ല പിന്നെ എൻ്റെ ആൺമക്കൾക്ക് അതിനോട് താല്പര്യമില്ല. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല വസ്ത്രമൊക്കെ ഇടിപ്പിച്ചിട്ട് ഇത് ഇളമൈ ഏറ്റവും മുട്ടം പൂടമൈ എന്നൊക്കെ പറഞ്ഞ് കുറേ കാണിക്കായിരുന്നു. ഇതൊന്നും കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജല്ല, താല്പര്യവുമില്ല. അങ്ങനെ ഒരു എന്താ പറയണേ, ഇവളെയൊക്കെ പോലെ കുറേ ഉടുപ്പും ഇതൊക്കെ ഇട്ട് വല്ലവന്മാരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കിടന്ന് കുണുങ്ങാനും മാത്രമുള്ള ക്വാളിറ്റി ലെസ്നെസ് ഐ ഡോണ്ട് ഹാവ്. ഐ ഹാവ് മൈ ഓൺ ക്വാളിറ്റി, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഓൺ. ഓക്കെ, ആ കറക്റ്റ്. നാട്ടിൽ എവിടെയാ സിസ്റ്റർ? നാട്ടിൽ കേരളത്തിലാണ് മോനെ. നാട്ടിൽ കേരളത്തിൽ ഉള്ള ഒരു കേരളം എന്ന കൊച്ചു രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനത്തിലാണ് ഞാനുള്ളത്. ഞാൻ ഫ്രം ട്രിവാൻഡ്രം. ഇനിയിപ്പോൾ താമസിക്കുന്നത് കോട്ടയത്താണ്, ആനമലയിലാണ്. എൻ്റെ നാട്ടിൽ ഞാൻ തിരുവനന്തപുരം പറകുന്ന് എന്ന ദേശത്താണ്. പറകുന്ന് എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നാവായിക്കുളം എന്നാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര്. നാവായിക്കുളത്തിന് മറ്റൊരു പഴമയും കൂടെയുണ്ട്. ഉള്ളൂറിലെ മഹാകവി ഉള്ളൂർ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്വദേശം നാവായിക്കുളമാണ്. കുമാരനാശാനൊക്കെ ഞാൻ ഈ മതം വിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത സബ് രജിസ്ട്രാർ ഓഫീസ് നാവായിക്കുളത്തതാണ്. നാരായണ ഗുരു അങ്ങനെയൊക്കെ നാരായണ ഗുരുവിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണിൽ ജനിച്ചവളാണ് ഞാൻ. അതേ മണ്ണിൽ തന്നെയാണ് ഇപ്പോഴും ഞാനുള്ളത്. മണ്ണ് വിട്ടെവിടെയും പോയിട്ടില്ല. എൻ്റെ രജിസ്റ്റർ റീഓപ്പൺ ചെയ്തു, പടഹലി റീഓപ്പൺ ചെയ്തു. ഞാനും ഇൻസ്റ്റയിലേക്ക് ചേക്കേറിയാണ്. കാണാമല്ലോ ആളെ എന്താണ് അവിടെ നടക്കണേന്ന് നോക്കാമല്ലോ. ഈ ത്രെഡ്സിൽ പോലും ഇതുള്ള എനിക്ക് നിന്റെ ഇൻസ്റ്റ വരെ നടക്കാൻ കമ്മിങ് ഫോർ ഇൻസ്റ്റ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഏരിയയിലെങ്ങും വന്ന് നിന്ന് കളയില്ല കേട്ടോ. കയ്യെങ്ങാണം കയറി വീണ നിന്റെ ശവം നുള്ളി പറയിക്കൊണ്ട് ഓടും ആൾക്കാർ. അമ്മാതിരി കുത്ത് ഞാൻ തരും, നിന്റെ പള്ളകി കുത്ത് ഞാൻ നായേ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ വെറുതെ വന്നതാണേ, സത്യമായിട്ടും. ഒന്നാമത് ലൈവിൽ വന്ന് മണിക്കൂറുകളോളം ഇരിക്കാൻ ഉള്ള ഒരു സഹിഷ്ണുത കുറവ്. സെക്കൻഡ് തിങ്, അത്രയും സമയം നമ്മൾ ഒരു വീഡിയോസിന് ചിലവാക്കിയ ഏണിങ്സ് അത്രയും വരും. ഇറ്റ്സ് ഓൾ അബൌട്ട് ഏണിങ്സ് യാർ. നമ്മൾ എന്തിനാണ് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഈ ക്ലബ് ഹൗസിൽ നമ്മൾ പോയിട്ട് സ്പീച്ചിനൊക്കെ പോയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈം പാസ് ഓൺലി. ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു സ്റ്റാൻഡ് ഇട്ട് അവിടെ വെച്ചേക്ക് മൊബൈൽ, എന്നിട്ട് അതിനകത്തായിരിക്കും നമ്മളിതൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് പ്ലെൻറ്റി ടൈമിംഗ് ആണ് കുക്ക് ചെയ്യാൻ ചെയ്യും. ഇത് അതുപോലെയല്ലല്ലോ. നമ്മൾ നല്ലപോലെ നമ്മളെ ഒന്ന് റിക്കവർ ചെയ്യണം, എന്നിട്ട് ഇരുന്നിട്ട് വേണം നമ്മളൊരു വിഷയം പഠിച്ച് പറയാനായിട്ട്. അപ്പം എന്താ, അതിന് അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ട്. അതിന് നമുക്കൊരു ഇൻകം കിട്ടണം. ആ ഇൻകത്തിന് വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചെയ്യുന്നത്. അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ എടുക്കുന്ന എഫർട്ടിന് എനിക്ക് പേ ബാക്ക് കിട്ടിയേ മതിയാവുള്ളൂ. ബിക്കോസ് എന്നെ കൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ ഇത് തന്നെയാണ്. ഇതൊരു തൊഴിൽ തന്നെയാണ്. ഇതിനകത്ത് അപരാധമല്ല പറയുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ വെപ്പാട്ടിസം പിന്നെ നാട്ടുകാരെ മുമ്പിൽ അംഗീകരിക്കാനുള്ള യുദ്ധത്തിലല്ല ഉള്ളത്. ഞാനൊരു ഒരു പെണ്ണിൻ്റെ ഭർത്താവിനെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിനെ പിന്നെ ന്യായീകരിക്കാനല്ല ഞാൻ ചാനലിട്ടിരിക്കുന്നത്. ഞാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാനല്ല ഞാൻ ചാനലിട്ടിരിക്കുന്നത്. എൻ്റെ ടോപ്പിക്കുകൾ എന്നും ഡിഫറൻ്റ് ആണ്. അത് എൻ്റെ ഒരു ദിവസത്തെ ഇതെടുത്ത് നോക്കിയാൽ അറിയാം. തലയിൽ പേൻ പോയോന്നോ? എൻ്റെ തലയിൽ നിന്ന് ഒരു പേൻ എടുത്തു തന്നോ നിങ്ങൾക്ക് ഇനാമാണ്. ഒരു പേൻ എടുത്തത് നേരെ നമ്മൾ ഇതിൻ്റെ താഴെയാണ്, ലൈറ്റിൻ്റെ തൊട്ട് താഴെയാണ് ഇരിക്കുന്നത്. ചെറിയ വണ്ടോ മറ്റോ വന്ന് തലയിൽ ഇരിക്കുന്നതിനാണ് ഈ പേൻ എന്ന് പറയുന്നത്. എനിക്ക് നല്ല ലോങ് ഹെയർ ഉള്ളപ്പോൾ പോലും എൻ്റെ തലയിൽ ഒരു ഈരോ പേനോ ഇല്ല. അത് വൃത്തിയില്ലായ്മ കൊണ്ട് വരുന്നതാണ്. അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കൊല്ലുന്ന ആൾക്കാരെ നമ്മുടെ തന്നെ ചാനലിൽ കിടപ്പുണ്ട് കുറേ ലൈവിൽ. അവരോട് പോയി ചോദിക്കും. എൻ്റെ തലയിൽ പേനില്ല, ഉണ്ടെങ്കിൽ ചലഞ്ചാണ്. അതിന് ഞാൻ ഫോണിലല്ല സ്വതക്കൊച്ചേ, ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ, കുറച്ച് നേരം കൂടെ ഇരിക്കല്ലേ. അസീ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ്? ഞാൻ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മലപ്പുറം തിരൂരാണ് ഷെഫി. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ നാട് ആണോ? ലാലേട്ടൻ എടുത്തെറിഞ്ഞില്ല, നിങ്ങൾ ചിരിച്ച് പണ്ടാരടങ്ങി. ലാലെണ്ണ അറിയണ്ട. ഹായ് ഷെഫീന ബേബി. ഹായ് തെരേസ മാർട്ടിൻ. ഷെഫീന എത്താ സുഖമാണോ? ഹലോ ആൻറ്റി. ഹായ് പാഷൻ പാസ്പോർട്ട് ഒറിജിനൽ. എന്തൊരടേ ഒറിജിനൽ ഐഡിയ ഒന്നും നിങ്ങൾക്ക് ഇല്ലേടേ. ഇത് എന്തൊരു ഐഡിയടേ. വട്ടാണോ മൊഞ്ചില്ല? എനിക്ക് വട്ടാണോ എനിക്ക് മൊഞ്ചില്ല എന്നാണ്. അപ്പോൾ അത് രണ്ടും കറക്റ്റായി. വട്ട് എനിക്കില്ലാന്ന് നിനക്ക് ബോധ്യപ്പെട്ട്, നല്ല മൊഞ്ചത്തിയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ട്, അസൂയയും കുശുമ്പും കൊണ്ട് കുത്തിക്കഴ പിളവി വന്ന് ചോദിച്ച ചോദ്യം. എക്സാക്ട്ലി ഐ അണ്ടർസ്റ്റുഡ്. യു ഗോ ടു യുവർ ക്ലാസ്സസ്, ഗോ സിറ്റ് സംവെയർ ആൻഡ് സ്പീക്ക് അബൌട്ട് മൈ ബ്യൂട്ടി. ഗോ ഗെറ്റ് ലോസ്റ്റ്. ഐ ഷെഫീനത്ത സുഖമാണോ? സുഖമാണല്ലോ. ജാസ്മിൻ ആർ 522.
അപ്പോൾ കഴിഞ്ഞില്ലേ? ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ, തീർന്നില്ലേ? ഞാൻ ലൈവ് വരാത്തത് കൊണ്ടാണ്. വിഷമമൊന്നും വേണ്ടല്ലോ. ഹായ് ചേച്ചി. ജയിൽ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഞാനാ? ഓ, ജയിലിലൊക്കെ പോകാറുണ്ട്. എല്ലാ ആഴ്ചയും പോയി ജയിൽ കാണുമായിരുന്നു. ദുബായിലായിരുന്നപ്പോഴല്ലേ. അവിടെ ഞാൻ 2 അറബികളെ കൊന്നു. ഒരു അറബി ഭയങ്കര കുഴപ്പമായിരുന്നു. എനിക്ക് അവനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവനെ ഞാൻ തല്ലി കൊന്ന്. അവനെ കൊണ്ടുപോയി ഞാൻ എവിടെ ഇട്ട്? ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അവസാനം അവിടെ മരുഭൂമിയിൽ ചോറ് കഴിക്കാൻ പോയ മറ്റൊരു അറബി കുടുംബം അവനെ കണ്ടെടുത്തു. അങ്ങനെ ഞാൻ പിടിക്കപ്പെട്ടു. നിനക്കറിയാമോ, എത്ര കൊല്ലം അവിടെ കിടന്നതാണോ? ഒരാളെ കൊന്ന എത്ര ദിവസമാണോ? ദുബായിൽ കൊന്ന കൊലയ്ക്ക് കൊലയാണ്. അത് നമുക്ക് പറയട്ടെ. അതൊക്കെ പറഞ്ഞാൽ അവർ മനസ്സിലാക്കിക്കളെ. നമുക്ക് വേറൊരു വഴി കൂടെ പറയാം. ഞാൻ അങ്ങനെ ഒരു 2-3 കൊല്ലം അതിനകത്ത് കിടന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസമൊക്കെ കിടന്നു. അവസാനം ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ടാണ് എന്നെ പുറത്തിറക്കിയത്. എൻ്റെ 2ാമത്തെ കൊല അതും ഒരു അറബിയെ തന്നെ ഞാൻ കൊന്നു. സത്യമായിട്ടും എനിക്ക് അറബികളെ കണ്ട അപ്പോഴും തല്ലി കൊല്ലലാണ് എൻ്റെ പരിപാടി. അങ്ങനെ ഞാൻ കൊന്ന് കൊല പിടിച്ച്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 5-6 കൊല്ലം അങ്ങനെയാണ്. 22 വർഷം ഞാൻ ജയിലിലായിരുന്നു. സത്യം. ചെറിയൊരു ഭ്രാന്ത്, അത്രയേ ഉള്ളൂ. ചെറിയ ഭ്രാന്തേ ഉള്ളൂ, വലുതില്ല. ചായ കുടിക്കും. ചായ ഒന്നും കുടിക്കാൻ ഒക്കത്തില്ലടേ. സനുവിൻ്റെ തലയിൽ പേനുണ്ട്, എപ്പോഴും തലചൊറിയും. അത് ചാരന വല്ലതായിരിക്കും. ഞാൻ അവളെ കണ്ടതാണ്. അവളെ തലയിൽ പേനൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അത് അവളാണ് പറയേണ്ടത്. അല്ലെങ്കിൽ തലയിൽ പേന് വരുന്നത് ഒരു കുറ്റമൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ്. തിക്ക് ഹെയർ ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അത് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പണ്ടും ഇല്ല, താല്പര്യമില്ല. എനിക്കത് ഇഷ്ടമില്ല കേട്ടാ അങ്ങനെ പേൻ വരുന്നത്. നിങ്ങൾ ഷാമ്പൂ കേട്ട് തലയിൽ കുളിച്ചാൽ പേനൊന്നും വരത്തില്ല ഗേസ്. പേൻ വന്നാലിപ്പോൾ എന്താ കുഴപ്പം? പിന്നെ ഇനി അടുത്തെന്താണ്? കുറ്റച്ചാട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. അടുത്ത് പുതിയതെന്തെങ്കിലും എനിക്കറിയാമോ? ഞാൻ ജയിലിൽ നിന്ന് വന്ന ശേഷമാണ് ഞാൻ മുട്ടയടിച്ചത്. ഇവിടെ ജയിലിൽ കിടക്കുന്നവരെല്ലാം മുട്ടയടിക്കും. അങ്ങനെ മുഴുക്കി അവർ വഴിച്ചിറക്കി കളഞ്ഞിട്ടാണ് ഞാൻ മുട്ടയടിച്ചാണ് നാട്ടിൽ വന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി 2 പേരെയും കൂടെ കൊല്ലാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യം. അതും വെയിറ്റിങ്ങിലാണ്. കൊന്നുകളയും. തീർക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. തീർക്കുക എന്നുള്ളതാണ്. പിച്ചാത്തിവരെ വാങ്ങിച്ച് റെഡിയാക്കി ഡെയിലി അതെടുത്ത് രാഗി മിനുക്കി വെച്ചിരിക്കുകയാണ്. വന്നാൽ പള്ളെ കുത്തിക്കയറ്റാൻ. എൻ്റെ അടുത്ത് അത് കുത്തുന്ന വിധവും പറഞ്ഞു തന്നെ. കുത്തിയാൽ മാത്രം പോരാ, കറക്കി പിടിച്ചിട്ട് തിരിച്ച് വലിച്ച് ഊരിയെടുക്കണം. അത്തോടെ കിഡ്നി ചത്തു പോകണം. കിഡ്നി വലിച്ചു കുത്തി ഊരിയെടുത്ത് കൊന്നുകളയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വരും ദിവസം 5-6 കൊലയും കൂടെ നടക്കും. ഒരു 3-4 കൊലയ്ക്കുള്ള ചാൻസ് എനിക്കുണ്ട്. ചെയ്യും ഞാൻ. രമ്യ കാർത്തിക്, ഷട്ടപ്പ് യുവർ മൗത്ത്. എന്നാ നീ മിണ്ട് മൈരേ, ഞാൻ ഇവിടെ മിണ്ടായിരിക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. കാർത്തിക് നോമിനേഷനിൽ നിന്ന് ഇന്നത്തത് ഞാൻ ലൈവ് ഒന്നും കാണാൻ പോയില്ല കേട്ടോ. എന്താണെന്നറിയാമോ? എല്ലാം ഒരു ശോകം പോലെ. പിന്നെ ഞാൻ സമ്മർ മീഡിയയുടെ അടുത്ത് പോയി ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോഴത്തേക്ക് സമ്മർ മീഡിയ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. 3 പേർക്ക് നോമിനേഷൻ കിട്ടി. 3 പേര് ക്യാപ്റ്റനായി എന്ന് പറഞ്ഞില്ല. അപ്പോൾ തന്നെ ഡെസ്പായി. ഇവർ നോമിനേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, എവിഷനിൽ വരത്തില്ല. പിന്നെ ആരായിരിക്കും പോവുക? ആദില നൂറ പോകും, സാബുമോൻ പോകും. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. മിഡ് വീക്ക് എവിഷനിൽ അനുവിനെ പിടിച്ച് പുറത്താക്കിയാലും ആകും. ചേച്ചി കുറേ ആയാലും ലൈവിൽ വന്നിട്ട് എന്താ പറ്റും? ലൈവിൽ വന്നാൽ നമ്മളിടുന്ന വീഡിയോസിന് വ്യൂ കുറയും. ഇതിൻ്റെ അൽഗോരിതത്തിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയാണ് എൻ്റെ ടെക്നീഷ്യൻ പറഞ്ഞത്. അവിടെ ലൈവ് കുറയ്ക്കുക, അത്രയും നിർബന്ധമാണെങ്കിൽ വീക്കിലി വൺസ് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാനല്ലെങ്കിൽ 100 വട്ടം ലൈവ് ഇടേണ്ട സമയം. പിന്നെ ഞാൻ ഒരു കാര്യമുണ്ട്, മറ്റൊരു ചാനലുണ്ടല്ലോ, അതിനകത്ത് വരാം. ഇതിൽ നിർത്തിയിട്ടേ മറ്റതിനകത്ത് വരാം. അത് ഡെയിലി വരാം, ഡെയിലി ലൈവ് വരാം. ഈ ചാനൽ ലൈവ് വരത്തില്ല. ഈ ചാനൽ വീക്കിലി വൺസേ ഉള്ളൂ. മറ്റേ ചാനൽ ഡെയിലി വരാൻ പറ്റും. അത് കുഴപ്പമില്ല. നല്ല മുഖം, ഒരു കിസ് തരട്ടെ? വേണ്ടടാ, ഇവിടെ ഒരുപാട് പേര് തന്ന് മതി, എനിക്ക് മടുത്തിട്ടിരിക്കുകയാണ്. നീ നിന്റെ ഉമ്മച്ചിക്ക് കൊണ്ടുപോയിട്. തട്ടം പോയോ? ഇല്ലടാ, ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടേ ഷാളൊന്നും കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ഒരു തട്ടമൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റൊക്കെ കാണിച്ചു തരാം. സനുവിൻ്റെ മുടി നരാകുന്നത് കൊണ്ടാണ് തല ചെറിയുന്നത്. മൈറ്റ് ആരോ വിളിക്കുന്നു, പോട്ടാ. ഇത്ത കാര്യങ്ങൾ പറയാനുള്ള മനസ്സ് പക്ഷെ ഒരു പൊടിക്ക് ശ്രദ്ധിക്കണേ. പൊന്നു നേഹ വ്ളോഗ്. ഈ ഞാൻ ലൈവ് ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ്. നോ കറക്റ്റ്നെസ് ആണ്. മറ്റേതാകുമ്പോൾ പിള്ളേർ എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഞാൻ പറയണതൊക്കെ കേട്ടാൽ ഓർമ്മ വിട്ട് വീഴും. ഇന്ന് തന്നെ നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എഡിറ്റഡ് ആണ് എൻ്റെ വീഡിയോസൊക്കെ. ഞാൻ പറയണതൊന്നും മൊത്തം അവർ ഇടൂല. അത് ഇട്ട് കഴിഞ്ഞാൽ ഓർമ്മക്കേടൊക്കെ വരും. എനിക്ക് ഒരു കൺട്രോളും ഇല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇവിടെ ഇടൂല. ജിനി ജോർജ്, പണം നിന്റെ തന്തയാടാ തട്ടിയത്. ആ ചാനൽ ലിങ്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതും ഒരു പ്രശ്നമുണ്ട്. ലിങ്ക് നമ്മൾ മറ്റൊരാളുടെ ചാനൽ ലിങ്ക് നമ്മുടെ ചാനലിൽ ഇടാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂട്യൂബ് നടത്തുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ മറ്റൊരാളുടെ ചാനൽ ലിങ്ക് കൊണ്ടുവന്ന് നമ്മളുടെ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് ഇപ്പോൾ CP ആയിട്ട്, അതായത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടാൽ പോലും
അതും നമുക്ക് പ്രശ്നം ഉണ്ടാവും. നമ്മളുടേത് പിന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തില്ല, വിസിബിൾ ആവത്തില്ല, നമ്മുടെ ഇത് ഡൗൺ ഞാൻ അതാണ് മെനക്കെട്ടിരുന്ന പഴയ കുറേ ഇത് കൊണ്ട് ലിങ്ക് കൊണ്ടിട്ടിരുന്നില്ല, അതൊക്കെ ഞാൻ മെനക്കെട്ട് ഡിലീറ്റ് ചെയ്ത് അതുകൊണ്ടാണ്. നമ്മുടെ ചാനൽ റീച്ച് ആവത്തില്ല, വേറെ ഒരാളുടേതും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടേ ഫസ്റ്റ് കമൻറ്റിൽ ആ ലിങ്ക് കൊണ്ടിട്ടേക്കാം, അത് നടക്കും. ഇപ്പോൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ആ ചാനലിൻ്റെ ഇത് കൊണ്ടിട്ടേക്കാം, അങ്ങനെ ഇടാൻ പറ്റും. അല്ലാതെ നമ്മൾ വേറൊരു ഇത് കൊണ്ട് ഫേസ്ബുക്കിൻ്റെ പോലും കൊണ്ടുവന്ന് ഇട്ട പ്രശ്നം. അതേപോലെ ഫേസ്ബുക്കിൽ നല്ല റവന്യൂ കിട്ടിക്കൊണ്ടിരുന്ന ഇടത്ത് ഞാനാണ് എൻ്റെ പൊട്ടത്തരമാണ് എൻ്റെ ചാനലിൻ്റെ തന്നെ ലിങ്ക് കൊണ്ടുപോയി ഫേസ്ബുക്കിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് ഭയങ്കരമായിട്ട് വ്യൂ കുറഞ്ഞു. ഇപ്പം അത് സെറ്റായി. ചേച്ചി ലൈവ് വരണം, എനിക്ക് ഇഷ്ടമാണ് ചേച്ചിയുടെ ലൈവ്. തീർച്ചയായിട്ടും രഞ്ജു, ഞാൻ പറഞ്ഞ മറ്റേ ചാനലിൽ വരാം. അതപ്പം അതിനകത്ത് പ്രശ്നമില്ല, ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് ലൈവ് തീരെ വരാൻ പാടില്ല എന്ന് നിർദ്ദേശമുണ്ട്. തീരെ ഇതിനകത്ത് ലൈവ് വരണ്ട എന്നുള്ളതാണ് തീരുമാനം. മറ്റേതിനകത്ത് വരാം കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കും. ഓ വേണ്ട രഞ്ജു, ഇവിടുത്തെ ലൈക്കിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് മാത്രമല്ല, ഞാനിത് ലൈവ് വെച്ചേക്കത്തില്ല, ലൈവ് ഞാൻ ക്ലോസ് ചെയ്യും. ഒന്നാമത്തെ റീസൺ എന്താണെന്നറിയാമോ? നമ്മൾ ഈ ലൈവ് ഇടുമ്പോഴത്തേക്ക് കുറേ പെണ്ണുങ്ങളുണ്ട്, ഒരു ലൈവ് മാത്രമേ കാണുള്ളൂ, ഒരു വീഡിയോ കാണത്തില്ല. അവർക്ക് നേരം പോകാനാണ്. കാലത്തെ എൻ്റെ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഓരോന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈവ് ചുരുക്കി വയ്ക്കും. സന്തോഷ് സാം പ്രീത ഹായ്. തള്ളയ്ക്ക് അവരുടെ തള്ളയ്ക്കും കൊണ്ട് കുറേ എന്തരടാ ഉമ്മ കഴിച്ചതിനാണ് ഈ തെറി വിളിക്കണടാ സാജി, അല്ലേ തന്നെ നീ നോട്ട പുള്ളിയാണ്. പ്രീത ഹായ്. ഓ ആ പ്രീതയ്ക്ക് ഹായ് പറയണം. ജോഫിൻ ജോസ്. പ്രീത എനിക്ക് ഹായ് പറഞ്ഞതിന് ഞാൻ പ്രീതയ്ക്ക് ഒരു ഹായ് ബാക്ക്. നല്ല മഴയാണ് പുറത്ത്. മൂന്ന് പേര് നോമിനേഷന് വന്നിട്ടുണ്ട്. ക്യാപ്റ്റന് അതാണൊരു സമാധാനമായതമ്മ. ഞാൻ ആദ്യം ഓർത്ത് ഇപ്പോൾ ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്റ്റൻസിയിൽ വന്നാൽ എന്താ പ്രിയോറിറ്റി ഇരിക്കുന്നത്? പിന്നെ കുറച്ച് വലിയ ആളാവാൻ പറ്റുമല്ലേ? അതങ്ങനെ ആഗ്രഹിക്കുന്നവർക്കാണ് ക്യാപ്റ്റൻസി നല്ലത്. അങ്ങനെ ആൾ കളിക്കാൻ തോന്നാത്തവർക്കൊന്നും അങ്ങനെ ക്യാപ്റ്റൻ ആണോ എന്ന് തോന്നത്തില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ അനുമോളാണ് അവരെ ടാർഗറ്റ് കേട്ടോ. അനുമോൾ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അനീഷിനെ അവർ താറടിച്ചു കഴിഞ്ഞു. അനീഷ് ഇനി പൊങ്ങി വരാൻ ചാൻസ് കുറവാണ്. കാരണം അനീഷിനെ ടാണിഷ് ചെയ്തു. അമ്മാതിരിയാണ് അനീഷിനെതിരെ നടക്കുന്ന ഡിഗ്രേഡി ഹെവി. പിന്നെ ന്യൂസ് 18 പോയിരുന്ന തകർക്കുകയാണ് തള്ള. എന്തൊരു സാധനമാണ് എന്ത്? അല്ല ഈ പെണ്ണുമ്പളെ ആരാണ് ഇപ്പോൾ ഇത്രയും വലിയ റിവ്യൂവറായിട്ട് വെച്ചിരിക്കുന്നത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വട്ടി പിടിച്ച് കണക്കാണ് എന്തൊക്കെയാണ് പറയണത്. ഒത്തിരി ബഹളാത്. എന്താണ് ഈ കാണുന്നത്? ആളുകൾക്ക് മനസ്സിലാവേണ്ടി പൊട്ടി. നീ ആളുകൾക്ക് മനസ്സിലാവുന്ന സംസാരിക്കുക, എന്നിട്ട് കിടന്ന ആരാറ്. അതിലൊരു കാര്യമുണ്ട്. അടുക്കള ഭരണം ക്യാപ്റ്റന്മാരാണ്. അവന്മാർക്ക് കട്ട് തിന്നാലോ. അത്യാവശ്യത്തിൽ കൂടുതൽ എല്ലാ നാറികളും കള്ളന്മാരും അല്ലേ, പ്രത്യേകിച്ച് നെവിൻ. എനിക്കതല്ലടേ, ഈ പെണ്ണ് ലക്ഷ്മി പോയ സമയത്ത് നെവിൻ ജയിച്ചാൽ മതിയെന്ന്. ഇന്നിപ്പോൾ നോക്കുമ്പം ആരാ, നമ്മുടെ കട്ടപ്പ ശൈത്യയില്ലേ, അവരുടെ അമ്മയും പറയണത് നെവിൻ ജയിക്കണമെന്ന്. നെവിൻ ചേച്ചി, ഞാൻ കുരുവിലങ്ങാടാണ് താമസിക്കുന്നത്. ഇവിടെ നല്ല മഴയാണ്. ആണോ? എവിടെ വീട്? കേരളത്തില്ല. അതുപോലെ കുറച്ചുകൂടെ ബാക്ക് അടിച്ച് കണ്ടാൽ ഞാൻ വീടൊക്കെ പറയുന്നുണ്ട്, അതിനകത്തുണ്ട് കേട്ടോ. ഇപ്പം തന്നെ പോയി നോക്കിക്കോ, ബാക്ക് അടിച്ചാൽ മതി. അത് കാണാൻ അറിയത്തില്ലേ? നമ്മളിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ താഴെ ഒരു ലൈൻ വരും. ആ ലൈനിൻ്റെ ആ തുഞ്ചത്ത് പിടിച്ചിട്ട് റിവേഴ്സിൽ വിളിച്ചുകൊണ്ട് പോയാൽ ആദ്യം നോല് കാണാം. എളുപ്പമല്ലേ? ഉണ്ട്. ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? നിങ്ങളിത് കാണുക. ഞങ്ങളുടെ എല്ലാ കൊച്ചു പെറ്റ് കേട്ടാ, പാളി അസ്ലാം ആളി. ആ കുട്ടി പ്രസവിച്ചു. ആ കുട്ടി പ്രസവിച്ചു എന്ന് മാത്രമല്ല, ഇവള് കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫർ. എന്നിട്ട് അവർ അതിൻ്റെ ഇതെടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ ചിലപ്പോൾ ക്ഷമിക്കുന്നതായിരിക്കാം. അസലയുടെ അടുത്തൊക്കെ ക്ഷമിക്കാനും മാത്രമുള്ള മാനസിക വലിപ്പം ഉണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. അസലയെ അത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് വർക്ക് നടത്തി പണം കൊടുത്ത വ്യക്തിയാണ് അഷില മാളി. അനുവിനെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ട. ലാലിനെ എന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അത് മിസ്റ്റേക്ക് ആണെന്നുള്ളത്. ഷെഫീന എന്താണ് അബ്ദുൾ റഷീദ്? അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്, ഷിതയും കേട്ടോ, ഷിത എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. യു ക്യാൻ കോൾ മീ എനി ടൈം. ഐ വിൽ പേ യു ബാക്ക്. യു വിൽ ഗെറ്റ് യുവർ മണി ബാക്ക്. പൈസ വേണമെന്നുണ്ടെങ്കിൽ. അതിന് കണ്ടെടുത്തൊക്കെ പോയിരുന്നു മോങ്ങിയിട്ടൊന്നും കാര്യമില്ലടി. കാശ് ഞാൻ വാങ്ങേണ്ട കാശ് ഞാൻ നിനക്ക് തിരിച്ചു തരും. അവിടെ പോയിരുന്നു മോങ്ങി ഞാനൊക്കെ കിട്ടൂല. എന്നോട് തന്നെ ചോദിക്കണം.
ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ നിനക്ക് തിരിച്ചു തരേണ്ടത്. നീ ഡീഗ്രേഡ് ചെയ്തത്. എനിക്ക് അതിനകത്ത് വിഷമമില്ല ഷിത. എന്താണെന്നറിയാമോ, എൻ്റെ മകനെ ചേർത്താണ് അവൾ പറഞ്ഞത്. നീ അതല്ലേ ആഗ്രഹിച്ചത്. കാലം നിന്നെ വെറുതെ വിടത്തില്ല. നിനക്കുണ്ടല്ലോ ഒരു മോൻ. അപ്പം നിനക്ക് ആ വേദന മനസ്സിലാവും. നിനക്ക് ആ വേദന നിന്റെ യേശപ്പം തരട്ടെ. ഹല്ലേലൂയ, സൂത്രം കർത്താവേ. കോൾ മീ, ഐ വിൽ പേ യു. ഓക്കെ. ഹായ് ഇത്ത, സുഖമാണോ? കുറേ ആയി ഇത്താൻ്റെ ലൈവ് കണ്ടിട്ട് ബിസി ആയിപ്പോയി. ഞാൻ ലൈവ് ഇടുന്നില്ല ഫാത്തിമ. എന്ത് ഫണ്ടാണ് ഷെഫീനത്ത്? ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ പ്രോപ്പർട്ടിക്ക് കുറച്ച് മാസങ്ങൾ പണം അടയ്ക്കാതെ മുടക്ക് വന്നു. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഞാൻ ഒരാൾക്ക് എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിരുന്നു വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട്. അവരാ പേയ്മെൻറ്റ് ചെയ്തോളാം നമുക്ക് എഗ്രിമെൻറ്റിലുണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അങ്ങനെ നമുക്കതിനകത്ത് ജപ്തി വന്നു. 3 മാസത്തിൽ അടവ് മുടങ്ങിയാൽ ജപ്തി വരും. എൻ്റെ പ്രോപ്പർട്ടി ഞാൻ പണയം വെച്ച് കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ അടയ്ക്കാനായിട്ട് നല്ല പതറി നിൽക്കുകയായിരുന്നു. നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതിലൊരു എമൗണ്ട് അവൾ തന്ന് സഹായിച്ചു. ആ പൈസയാണ് കൊടുത്തിട്ടാണ് ഞാനത് റിക്കവറി എടുത്തത്, എൻ്റെ പ്രോപ്പർട്ടി. ചോദിച്ച ഉടനെ അവൾ പൈസ തന്നു, സംഘടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവരുടെ ബ്രെയിൻ വാഷിൽ പോയി വീണ് ഇവരങ്ങ് മാറിപ്പോയി. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പെണ്ണുണ്ടായിരുന്നു സബീന, ഒരു ചുണ്ണി. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര വർത്തമാനമായിരുന്നു. എനിക്ക് ഈ അവിഹിതത്തിനൊന്നും കൂട്ടിയിരിക്കാൻ വയ്യ. സബീന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി നോക്കിയാൽ കിട്ടും. ഒരു പെണ്ണ് കിടന്ന് തുള്ളുന്നത്, ഒരു കൊച്ചുമൊക്കെ ഉള്ള ഒരുത്തി. അവളെ ഭർത്താവ് അങ്ങ് ഗൾഫിലാണ്. അവളുമായിട്ട് ഈ ഉണ്ണിക്ക് നല്ല റിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും നല്ല റിലേഷനാണ്. ഞങ്ങൾ അതിന് കാരണമാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് ഞങ്ങൾ തുറന്ന് തന്നെ പറഞ്ഞു. ഞാനും മോനും കൂടെ ഒരു പ്രാവശ്യം ഇവളുടെ കുഞ്ഞ് ആശുപത്രി കിടന്നപ്പോൾ കാണാൻ പോയിരുന്നു. ഇവൻ കൂടെ കയറി, ബാക്കിൽ കാറിൻ്റെ പുറകിൽ കയറി രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി, കൊഞ്ഞൽ, ബഹളം കണ്ടത് എൻ്റെ മോൻ കണ്ട കാര്യമാണ്. എനിക്കൊന്ന് അന്നൊരു ലൈവ് ഇട്ടാൽ ഞാൻ കുറേ തപ്പി കിട്ടിയില്ല. ആ ലൈവിനകത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ തപ്പിയിട്ടെടുത്തിടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കിത് താല്പര്യമില്ല. അത് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ച് ഹെഡായിട്ടുള്ള അമ്മയടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ലമ്മ, ഇത് ഭയങ്കര റോങ് ആണ്, അയാളെ ചതിക്കുകയാണ്, ഇതെനിക്ക് കൂട്ടി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഷാജിയടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത് നിഷിതയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശരിപ്പെട്ട ബന്ധമല്ല എന്ന്. അപ്പം ഇവൻ കുറേ ചാടി പിണങ്ങി ഇറങ്ങി പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നാട്ടുകാർ എല്ലാവർക്കും അതേ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവൻ കുറച്ച് പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, അമ്മ പൈസ തിരിച്ചു ചോദിച്ചു. ഇതൊക്കെയാണ് അവൻ്റെ വൈരാഗ്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് നിന്ന് പോയവർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. അവരവരുടെ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ കിടന്ന് അലറുകയും പോക്കരത്തരം പറയുകയും ഒക്കെ ചെയ്യും. നമുക്കൊന്നും അങ്ങനത്തെ ഒരു ചരിത്രം ഇല്ലല്ലോ. നമുക്കങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളെ പോയി കാണുക, പിന്നെ അവരെ പറയുക, ഇതൊന്നും എൻ്റെ പരിപാടിയല്ല, താല്പര്യവുമില്ല. നിങ്ങൾ കണ്ടില്ലേ, കോട്ടയത്ത് പോകുമ്പോൾ ഒരു ബ്രോക്കറായിരുന്നു ഫിജു. ഒരു ബ്രോക്കർ മാത്രമാണ്, എനിക്കൊരു വീട് നോക്കി തരാനുള്ളൊരു ബ്രോക്കർ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന് 10,000 രൂപയാണ് അന്ന് വാടക, ആദ്യം കയറുമ്പോൾ. ഇപ്പം അത് കൂട്ടിയവർ. പക്ഷെ അന്ന് എനിക്ക് 10 രൂപ വാടകയുള്ളൂ. വാടക പൈസ 10 രൂപ കൊടുക്കുന്നതോടൊപ്പം അന്നത്തെ ബ്രോക്കറിനും 10,000 രൂപ നമ്മൾ കൊടുത്തു. അതുകൊണ്ട് അയാൾ നാഴിക 40 തൊട്ടും വീട്ടിൽ വന്നിരിക്കുമോ? അയാൾ നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമോ? അങ്ങനെ ഒരു ചരിത്രം ഇല്ലല്ലോ. ഇതങ്ങനെയല്ല. അവർ വീട് വാടകയ്ക്ക് എടുത്ത് തന്നു എന്നൊരൊറ്റ കാര്യം പറഞ്ഞ് കുട്ടിയുടെ സ്കൂളിൻ്റെ കാര്യമൊക്കെ ശരിയാക്കി തന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി വിറ്റ് തിന്നാനായിട്ട് ഒരു ശ്രമം നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ ശത്രുതയാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഞാൻ റിപ്പീറ്റഡ്ലി ഒരുപാട് പ്രാവശ്യം എൻ്റെ ലൈവുകളിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ട് നമ്മളെങ്ങനെ ഇരുന്നങ്ങ് തെറി വിളിക്കുമ്പം നമ്മൾ ഡീഗ്രേഡ് ആകുമെന്നാണ് വിചാരം. അങ്ങനെ ഒരു സംഗതി നടക്കാനേ പോകുന്നില്ല. എന്താ ഇവൾ എഴുതിയിട്ടതാണെന്ന്, ആരാ കൊണ്ട് തന്നതാണ്, ഞാൻ നോക്കാൻ പോയില്ല, നോക്കിയാൽ ഞാൻ അതിന് മറുപടി പറയും. അപ്പം അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്താ നോക്കണം, പറഞ്ഞൊരു കാര്യം എന്തെന്ന്, യൂട്യൂബ് ഉള്ളിടത്തോളം ഞാൻ ഇത് വിട്ടുപോയില്ലെന്ന്. ആടി അങ്ങനെയാണ്, അത് മിടുക്കാം. എൻ്റെ അടുത്ത് അവൾ വരുമ്പം ഇവക്ക് 50K ആണ് സബ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് എൻ്റെ ചാനൽ പോയി നിൽക്കുന്ന സമയത്ത് അവൾ വരുന്നത്. എനിക്ക് 26K സബുള്ള രണ്ടാമത്തെ ചാനൽ കൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അതിൽ നിന്ന് ഞാനിപ്പോൾ 2,40,000 സബിലേക്ക് ഉയർന്നു കയറി. അവളിപ്പോഴും 50-60 തന്നെ നിൽപ്പിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളെ എബിലിറ്റി കൊണ്ട് മുന്നേറുന്നവരെ കാണുമ്പോൾ ചൊരുക്കും കുത്തിക്കഴപ്പും ഒക്കെ സ്വാഭാവികമായിട്ട് തോന്നും. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ, എനിക്ക് ചിന്തിക്കാൻ സമയമുണ്ട്, പ്രവർത്തിക്കാൻ സമയമുണ്ട്, നിനക്കതിന് സമയമില്ല. 24 മണിക്കൂർ നിന്നെ സ്ക്രീൻ ചെയ്യുന്ന ഒരു വെപ്പാട്ടനാണ് നിൻ്റെ കൂടെ ഉള്ളത്. ദാറ്റ്സ് ഇറ്റ്. ഹായ്, എന്നെ ഉണ്ടടി വിരോശൻ. പിന്നെ ഈ ചേച്ചി വയലിടുന്ന വീഡിയോ ടെലിഗ്രാമിൽ ഉണ്ടല്ലോ. പിന്നെ ഈ ചേച്ചി വിരലിടുന്ന വീഡിയോ ടെലിഗ്രാമിലുണ്ട്. ഞാനാണോ? കാണുമായിരിക്കും ഇടാം. ഞാൻ വിരലും ഇടാറുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇടാറുണ്ട്. പക്ഷെ നീ അതിൻ്റെ തൊട്ടടുത്ത് നിൻ്റെ അമ്മച്ചിയെ കണ്ടില്ലേ? ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാണ് കളിക്കാറ്. നീ കാണാറില്ലേ? യെസ്, ക്യാഷ് തിരിച്ചു കൊടുക്കണം. നമ്മളെ പുകഴ്ത്തിയവർക്ക് നന്ദി പറയണ്ടേ? തീർച്ചയായിട്ടും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കണം. കപ്പ അനീഷ അനുമോളുടെ 16 ലക്ഷം പോയി. അതിന് ആള് 16 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ കണ്ട പൈസ എന്തിനാണ് വെറുതെ അനാവശ്യം വരുമെന്ന് പറയണത്? അത് കാണാത്ത കാര്യം നമ്മൾ എന്തിനാ പറയണത്? അതിപ്പം
ക്യാപ്ഷൻ മാത്രമേ രേവതിയുടെ അങ്ങനെയുള്ളൂ കേട്ടോ. അതിനകത്ത് രേവതി സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്നാണ്. സേഫ് സോണിൽ നിന്നാണ് കളിച്ചത്. അങ്ങനെ അല്ലെങ്കിൽ അവൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും അനുമോൾക്ക്. അങ്ങനെ സാമ്പത്തിക തട്ടിപ്പൊന്നും പറയരുത്. സാമ്പത്തികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നതിനകത്ത് ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ആര്യൻ കപ്പ് മേടിക്കുമോ ശരിനകത്ത്? കപ്പ് നീ കൊടുക്കുകയാണെങ്കിൽ അവൻ വാങ്ങിക്കും. ഈ കപ്പ് കൊണ്ട് കൊടുത്തു പോകുക, അത് വാങ്ങിക്കും. അല്ലാതെ അവന് എബിലിറ്റി കൊണ്ട് കപ്പ് വാങ്ങിക്കാനൊരു ചാൻസും ഇല്ല. അവൻ എത്രയാണ് 50 ദിവസമോ എത്ര ദിവസം ആ പെണ്ണുണ്ടായിരുന്നു ജിസേൽ? അത്രയും ദിവസം എന്തിനായിരുന്നു അവനകത്ത് ഉണ്ടായിരുന്നത്? അവളെ കൂടെ കിടന്ന് ഡിസ്കോ കാണിക്കാൻ. അതിനാണ് നിങ്ങൾ കപ്പ് കൊടുക്കുന്നെങ്കിൽ കൊണ്ടുപോയി കൊടുത്തോളൂ, ഇവിടെ വേണ്ടെന്നാലും പറഞ്ഞു. എനിക്ക് ഒരഭിപ്രായമില്ല. അവനത് അർഹിക്കുന്ന കപ്പൊന്നുമല്ല. അവിടെ ഷാനവാസ് നല്ലൊരു പ്ലെയറാണ്, അനുമോളും അനീഷും ഓക്കെയാണ്. ബാക്കി എനിക്ക് തോന്നുന്നില്ല. നവീൻ നല്ലതായിരുന്നു അനുമോളെ തലയിൽ കയറുന്നിടം വരെ. ഇത്തൻ്റെ അഭിപ്രായത്തിൽ ആരാ ഇപ്രാവശ്യം കപ്പ് കൊണ്ടുപോവുക? എനിക്കൊന്ന് അക്ബറിനായിരിക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ആര്യൻ. അക്ബർ, ആര്യന് അല്ലെങ്കിൽ അനീഷ്, ഈ 3 പേരിൽ ആർക്കെങ്കിലും ആയിരിക്കും. ഷാനവാസിനാകാൻ വളരെ ചാൻസ് കുറവാണ്, അനുമോൾക്കും ചാൻസ് കുറവാണ്. കൊടുക്കത്തില്ല അവർ. നമ്മൾ വെറുതെ പറയാം. അനീഷിന് നല്ല ഫാൻ ഫെയിം ഉണ്ട്, ആളുകൾ ഒരുപാട് പേര് സപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അനീഷിന് വോട്ടിൻ്റെ ബേസിലാണെങ്കിൽ ചിലപ്പോൾ അനീഷിന് കിട്ടും. നവീൻ എൻ്റർടൈനർ, അത് ശരിയാണ്. അനുമോളുടെ ഒരു പെർഫ്യൂമിന് പോലും ഉണ്ടാക്കാണ് വില. അതായത് ആര്യ വിനോദിനെ അറിയാത്തത് കൊണ്ടാണ്. ഒരിൻസ് നമ്മളൊരു ഫെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആ കൊച്ചിനെ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരത്തില്ല. ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പം ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് അവിടെയൊക്കെ ആക്ടേഴ്സൊക്കെ വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കടകളൊക്കെ പോയി സന്ദർശിച്ചാൽ അവർ തിരിച്ചിറങ്ങുമ്പോൾ ഒരു ബാഗ് നിറച്ച് അവിടെ നിന്നുള്ള സാധനങ്ങൾ കൊടുക്കും. പിന്നെ പിന്നെ രേഷ്മ, അവൾ പോയിട്ട് വന്നപ്പം സാധനം കൊണ്ടൊന്നും തോന്നില്ലേ, ഒക്കെ ആളുകൾ കൊടുക്കുന്നതാണ്, സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതാണ്. അത് അവളിപ്പോൾ 1 ലക്ഷം രൂപയുടെ പെർഫ്യൂം അടിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഷെഫീന ബിഗ് ബോസിൽ പോകുമോ? ഇല്ല, ഞാനോ എൻ്റെ മക്കളോ ഒന്നും ബിഗ് ബോസിൽ പോവില്ല. ഞങ്ങൾ അനുവദിക്കത്തില്ല. ബിഗ് ബോസ് എന്നല്ല, ഒരു രീതിയിലുള്ളൊരു കോമ്പറ്റീഷനും ഞങ്ങൾ പോവില്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. എനിക്ക് ഈ കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി ഒന്നും താല്പര്യമില്ല. നമ്മളെന്താണെന്ന് നമ്മളങ്ങ് തെളിയിച്ചാൽ പോരെ. അതിന് ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അയാളോടെ മത്സരിച്ച് ജയിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനോ എന്താണ് ഞാനെന്ന് എനിക്ക് എല്ലാ ബോധ്യമുണ്ട്. കോമ്പറ്റീഷൻ്റെ ഒന്നും ഞാൻ അതിനൊക്കെ എഗൻസ്റ്റാണ്. പിന്നെ അതുപോലൊരു പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ല. ഞാൻ എൻ്റെ മക്കളെ പിരിഞ്ഞിരിക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു ദിവസമെങ്കിലും കാണണം, ഒരു ദിവസത്തിലെങ്കിലും. പിന്നെ ഒരു ദിവസം കാണാതിരുന്ന അടുത്ത ദിവസമെങ്കിലും ഞാൻ കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോകും. എനിക്കിപ്പോൾ ഉള്ള വട്ട് കുറച്ചുകൂടെ മൂക്കും. അതുകൊണ്ട് എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഒക്കാത്താരും ഒക്കാത്തന്നല്ലേ പറയണേ. പിന്നെ മക്കളുടെ സൗമാരൊന്നും അതിനകത്ത് പോകാൻ യാതൊരു ചാൻസും ഇല്ലാത്ത കുട്ടികളാണ്. അക്ബർ ഇപ്രാവശ്യം ഇറങ്ങുമെന്ന് കരുതിയത് ലക്ഷ്മിയും അക്ബറും പോവേണ്ടവർ തന്നെ എന്ന് എനിക്ക് തോന്നിയത്. അക്ബറിനെ വിടില്ലടേ. അക്ബർ സെർഗോയുടെ ഫ്രണ്ടല്ലേ. അക്ബറിനെ അവർ വിടയൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നടക്കൂല. അക്ബർ പോകത്തില്ല. അക്ബർ ഇവിടെ തന്നെ കാണും. അക്ബറിനെ അത്യാവശ്യം ഗൈഡ് ലൈനൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടാനൊക്കെ ബുദ്ധി ഉപദേശിച്ച് കൊടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇനിയിപ്പോൾ പുള്ളി ഇരുന്ന് അവിടെ നിന്ന് പാട്ടൊക്കെ പാടി ആളുകളുടെ മനസ്സിലേക്ക് കയറും. അതിനകത്ത് കയറിയ നല്ല ടഫാണെന്ന്. മനുഷ്യരുടെ മനസ്സിലേക്ക് കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി തിങ്. രണ്ടാമത്തെ കാര്യം, നമുക്കവിടെ ശത്രുക്കളെന്ന് പറയുന്നത് വലിയ ഹ്യൂജാണ്. അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് തന്നെ നല്ല ശത്രുക്കളാണ്. അവർ ഏത് വ്യൂ പോയിൻ്റാണ് നമ്മളെ ബാഡ് ആക്കുന്നത് അതെടുത്ത് പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണ്ടേ. നമ്മൾ കാണിക്കണതെല്ലാം പുറത്തേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. മുഹമ്മദ് റിയാസ് ഇത് എത്ര പ്രാവശ്യം ചോദിച്ചു, നിനക്കെന്താ അതിനെ ടെംപ്റ്റേഷൻ ആകുമ്പോൾ അതിൻ്റെ സുഖമുണ്ടോ, സന്തോഷം കിട്ടുന്നുണ്ടോ? ചായ ഒരു വീക്ക്നെസ് എന്ന് അറിഞ്ഞിട്ടില്ലേടാ. ഐ ഡോണ്ട് വാണ്ട് എണിമണപ്പൂഞ്ഞോ ഞാൻ നൂറ സുന്നത്തിയ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. വോട്ടിൻ്റെ ബേസിലൊന്നും അല്ല നിർത്തുന്നു. 100 സുന്ദരിയാണ്. ഓക്കെ, ഞാൻ പുതിയതാ. ആയിക്കോട്ടെ. ബിഗ് ബോസിലൊന്നും നിങ്ങളെ എടുക്കില്ല. എടുത്താലും ഞങ്ങൾക്ക് താല്പര്യമില്ല. എടുത്തിട്ടും കാര്യമൊന്നുമില്ല. ബിഗ് ബോസിലേക്കൊക്കെ വിളി വന്നാലൊന്നും പോവില്ല. അങ്ങനെ ബിഗ് ബോസ് വിളിക്കാൻ കാത്തിരിക്കുന്നവരൊക്കെ ഒരുപാട് പേര് വേറെ ഇല്ല. അവരൊക്കെ പോട്ടെ, താല്പര്യമില്ല. ഷെഫീന ബിഗ് ബോസിൽ വരേണ്ട വ്യക്തിയാണ് ഇത്രയും. അയ്യോ അല്ലല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് നിൽക്കത്തില്ലപ്പാ. എന്നെ കൊണ്ട് ഒക്കൂല. ഞാൻ അങ്ങനെ പിരിഞ്ഞിരിക്കണേ ഞാൻ മരിച്ചു എന്നങ്ങ് വിചാരിച്ചത്. എന്നെ കൊണ്ട് ഒക്കൂല. ഒക്കത്താരി ഒക്കത്തില്ല എന്ന് തന്നെ പറയണ്ട. എനിക്ക് മക്കൾ കാണാതെ പറ്റൂല.
കുഞ്ഞുങ്ങൾക്ക് എന്തായി ഏതായി അങ്ങനെ ഏങ്ങി തന്നെ ഞാൻ ഭ്രാതാവും, വട്ടായി പോയി എനിക്ക്. ഞാൻ അങ്ങനെ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യും. പിള്ളേരെ വിട്ടിട്ട് ഒരു കളിക്ക് ഞാനില്ല. ഇപ്പം ഞാൻ ദുബായിൽ തന്നെ നിൽക്കത്തില്ലേ, അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം മക്കൾ കൂടെ ഇല്ലാത്തതല്ലേ, പറ്റൂല. ലൈവിലുള്ള പല കാര്യങ്ങളും എപ്പിസോഡിൽ വരുന്നില്ല, പക്ഷെ ലൈവിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ ഇടുന്നുണ്ടല്ലോ. വെരി നെഗറ്റീവ് പേഴ്സൺ ഇൻ കേരള, പ്രവീൺ ഇന്ത്യ. നീ തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. ബിഗ് ബോസ് എടുക്കില്ലെന്ന് ആര് പറഞ്ഞു? അതിപ്പോൾ ഇവിടെ കുറേ എണ്ണം വായത്താളം അടിക്കുന്നതല്ലേ. ഹായ് മോളെ, സുഖമാണോ? ഹായ് മായ മോഹൻ, സുഖമാണല്ലോ. നല്ല പേയ്മെൻ്റ് ആണ്, പെർ ഡേ 50,000+ ആണ്. ആര്യ വിനോദ്, ആയിക്കോട്ടെന്നേ. അവർ 1,00,000 രൂപ വന്നാലും പോകില്ല. പെർ ഡേ അവർ 1,00,000 രൂപ വരാമെന്ന് പറഞ്ഞാലും പോകില്ല. അതിൽ കൂടുതലെന്താ? അങ്ങനെ പേയ്മെൻറ്റിനൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാർ ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ വിചാരം. അതിന് മാത്രം ബാധ്യതയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇച്ചിരി ചെറിയ ചെറിയ കടങ്ങളേ ഉള്ളൂ, അതെന്നെ കൊണ്ട് വീടാൻ പറ്റും. അത് ഇനി അവിടെ പോയി കോംപ്രമൈസ് ചെയ്യും. നല്ല മഴയാണല്ലോ, കോംപ്രമൈസ് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് മോഹൻലാലൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ച അന്ന് തീരും ലാലിൻ്റെ കഴപ്പ്. ഞാനിതുപോലെ കേട്ടോണ്ടെന്ന് എനിക്കത്തില്ല, നല്ല മറുപടി കൊടുക്കും. ഇപ്പോൾ അക്ബർ നല്ല സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് ഷെഫി. ഇപ്പോൾ അങ്ങനെ ചീത്ത വാക്കൊന്നും പറയാറില്ല, ഇപ്പോൾ പാവം തോന്നും. അല്ല, ഇപ്പം ചീത്ത വാക്ക് പറയാനും വേണ്ടി അവിടെ ആരിയിരിക്കുന്നു? പറയാനുള്ളവരൊക്കെ പോയില്ലേ? പറയേണ്ട സമയത്ത് അവൻ പറയേണ്ടതൊക്കെ പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ എന്തോന്ന് പുതിയതായിട്ട്? ഈ ലെഫ്റ്റ് ഓൾറെഡി, അവരെല്ലാവരും പോയി കഴിഞ്ഞു. ആരവിടെ ഉണ്ടായിരുന്നേ? അവൻ്റെ കൂടെ നിന്നവരെ ഓരോരുത്തരായിട്ട് പഠിച്ചു ദൂരെ കളയുന്ന പരിപാടിയാണ്. അതിൽ ആര്യൻ ഉടഞ്ഞേ പോകും. കാരണം അവൻ്റെ ഇനി ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആര്യനാണ്. ആര്യൻ ഉടഞ്ഞേ പോകും. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, ഗെയിം ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ. ഏത് ഫിസിക്കൽ ടാസ്കോ? അതാ നമ്മൾ പോണതായിട്ട് ചിന്തിച്ചാലേ അതിനെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പോണതായിട്ടില്ലല്ലോ, പോകുന്ന കാര്യത്തിൽ യാതൊരു തീരുമാനവുമില്ല. അതുകൊണ്ട് ഒന്നും സമ്പാദിക്കാൻ കഴിയാണ്ട് പോയി. ഇത് കൊച്ചു വീട് മാത്രം വെച്ചു. അത് വലിയ 2 നില വീട് 3 നില വീടല്ലോ, ഒരു കൊച്ചു മുറിയാ വെക്കാൻ പറ്റുള്ളൂ. സത്യമായിട്ടും അവർ നന്മമരമൊന്നുമല്ല, ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഇഷ്ടമാണ്, അത് അവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതൊരു മിഡിൽ ക്ലാസ്സിൽ വളർന്ന കുട്ടിയാണ്, അത് ബുദ്ധിമുട്ട് അറിഞ്ഞ് വളർന്നതാണ്. അപ്പോൾ ഹിജാബ് ഇട്ട് കണ്ടില്ല, അതാണ് ചോദിച്ചത്. അയ്യോ, ഹിജാബൊക്കെ ഇട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ പോയി നോക്കുക. ഒരുപാട് വീഡിയോസിൽ ഹിജാബേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഹിജാബിൻ്റെ ആളാണോ? അയ്യോ, ഞാൻ ഭയങ്കര ടെററിസ്റ്റ് ആണടാ. എൻ്റെ ഇസ്ലാമിയത്ത് നീ പരീക്ഷിക്കരുത്. ഞാൻ ഭയങ്കര ടെററിസ്റ്റ് മുസ്ലിമാണ്, തീവ്രവാദിയാണോടാ, തീവ്രവാദി ഞാൻ. എനിക്കറിയത്തില്ല. ഹലോ ബ്യൂട്ടിഫുൾ സ്വീറ്റ് ആർട്ട്. ഹലോ ബ്യൂട്ടിഫുൾ. കൊള്ളാലടാ, 5 ബൂട്ടിയാണല്ലോടാ, നല്ല ബോട്ടിക്ക് ബൂട്ടിയാണല്ലോ. സൂപ്പർ സൂപ്പർ, കാണാൻ നല്ല ചണ്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കോംപ്ലിമെൻ്റ് തന്നതിന് നന്ദി. എൻ്റെ സൗന്ദര്യം കാണുമ്പോഴത്തേക്ക് ഇവിടെ പലർക്കും കടി ഇളകുന്നുണ്ട്, അതാണ് പ്രശ്നം. അവർക്കില്ലാത്തൊരു സൗന്ദര്യം എനിക്കുള്ളതാണ് കടി. ഇതിനാണെങ്കിൽ വയസ്സും പ്രായം ആകുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ കാണാൻ ചെറുപ്പം പോലെ ഇരിക്കുകയും ചെയ്യുന്നു. എനിക്ക് വയ്യ. മാർക്കറ്റിംഗ് നിൻ്റെ തിള്ളകറി എന്തരടാ. ഷെഫീനത്ത, പ്രായം കൂടുന്തോറും ചെറുപ്പമാവുന്നുണ്ടോ? ഇത് സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് കേട്ടോ. ഈ മമ്മൂട്ടി കുടിക്കുന്ന ഒരു കുഷായമുണ്ട്, മമ്മൂട്ടി കുടിക്കുന്ന ഒരു കഷായമുണ്ട്. ആ കഷായം ഞാൻ കുടിച്ചു, അതുകൊണ്ടാണ്. ലേഡി മമ്മൂട്ടി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അഹങ്കാരങ്ങളൊന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. എനിക്ക് തീരെ അഹങ്കാരമില്ല കുട്ടി, എനിക്ക് തീരെ അഹങ്കാരമുള്ളൂ. കപ്പലണ്ടി കച്ചവടം, നല്ല അച്ചടം കപ്പലണ്ടി കച്ചവടം, നല്ല മറുപടി. ഹാപ്പി, താങ്ക് യു. ഇത്തൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം രാവിലെ എഴുന്നേറ്റ് പഴഞ്ഞു കുടിക്കുക, നല്ല മരുന്നാ, നന്നായി പഴഞ്ഞു കുടിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. കണ്ടവരൊക്കെ അവിടെ കിടന്ന് കാക്കറ കിക്രി കുറുക്കുറു കുറുക്കുറു ക്ലിക്ലി ക്ലിക്ലി എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക, മാക്സിമം ചിരിക്കുക, സന്തോഷമുള്ളത് മാത്രം ചിന്തിക്കുക, സന്തോഷമുള്ളത് മാത്രം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നിനക്കെന്ത് ഇഷ്ടം തോന്നുന്നോ അത് ചെയ്യുക, നിൻ്റെ മനസ്സെന്ത് പറയണോ അത് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് എന്നും ചെറുപ്പായിരിക്കും. നീ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുണ്ടോ, നീ വയസ്സായില്ലേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി കൊടുത്തിട്ട് ഇറങ്ങി പൊയ്ക്കോന്ന് പറയുക. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുക, ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ളത് ചിന്തിക്കുക, ഇഷ്ടമുള്ളത് ചെയ്യുക. എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യത്തിൻ്റെ 1% ഞാൻ പറഞ്ഞുള്ളൂ. ഇനി കുറേ ടിപ്സ് ഉണ്ട്, ഞാൻ പറയൂല. അങ്ങനെ എല്ലാവരും സൗന്ദര്യമുള്ളവരായാൽ ഈ രാജ്യത്ത് നമ്മൾ ഒരു വാല്യൂ ഇല്ലാണ്ടായിപ്പോകും. എനിക്ക് മാത്രമേ സൗന്ദര്യം പാടുള്ളൂ എന്നൊരു സിസ്റ്റത്തിലാണ് ഞാനുള്ളത്. ഇപ്പം വരും ലേഡി മമ്മൂട്ടി. ടിപ്സ് അല്ലേടാ, പഴഞ്ഞു കുടിച്ചാൽ മതി. എന്നാ ഷീന മോളെ, പഴഞ്ഞു കുടിച്ചാൽ മതി, എല്ലാം സെറ്റാവും. എവിടെ പ്ലേസ്?
പറയണ മലയാളം ആകുമ്പോൾ ഏകദേശം കേരളത്തിലായെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ എവിടെ പോയാലും ഞാനുണ്ട്. ഞാനില്ലാത്തൊരു സ്ഥലമില്ല. എന്നാലും സുന്ദരി അതിൻ്റെ രഹസ്യം പറ. സുധാ സന്തോഷ്, നമ്മൾ സൗന്ദര്യമുള്ളവരാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പ്രാപ്തരായ ഒരാൾ നമുക്കിപ്പോൾ ഉള്ളപ്പോഴാണ് നമ്മൾ സുന്ദരിയാവുന്നത്. നമ്മളെ സ്നേഹിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ സ്നേഹിക്കുന്നത്. കാരണം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാലേ ലഡാക്ക് നമ്മളെ സ്നേഹിക്കുള്ളൂ, ഇട്ടിട്ട് പോവില്ലേ? അപ്പം നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും. നേരത്തെ അനുമോളുടെ കാര്യം പറഞ്ഞത് എൻ്റെ സഹോദരിയാണ്. ഓൾക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പോയി. അത്രയേ പോയിത്ത കാര്യം പറ. പക്ഷേ സത്യമെന്ന് നമ്മളെ സ്നേഹിക്കുന്നത് എപ്പോഴാണ്? നമ്മളെ കെയർ ചെയ്യണത് എപ്പോഴാണ്? നമ്മളെ ആരെങ്കിലുമൊക്കെ കെയർ ചെയ്യുമ്പോഴല്ലേ. അങ്ങനെ കെയർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യും, അത്ര തന്നെ. അതൊക്കെ എന്നെ കണ്ടുപിടിക്കണം. എന്നെ കെയർ ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. ഞാൻ ഇത്തിരി രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ഇത്തിരി കൂറയായിട്ട് എവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാന്ന് വെച്ചാൽ മക്കൾ കാണുമ്പോഴേ പറയുമ്പോൾ എന്തേന്നും ഇങ്ങനെ ഇരിക്കില്ലേ എന്ന് പറയും. അപ്പം തന്നെ നമ്മൾ പോയി കുളിച്ച് മേക്കപ്പൊക്കെ ഇട്ട് അവിടെ വന്നിരിക്കും. എന്താ ഉമ്മി ഫ്രഷ് കാണാൻ എന്ത് ഭംഗിയാ, ഉമ്മച്ചിനെ കണ്ടിട്ട് ജോലിക്ക് സ്കൂളിലും ഒക്കെ പോയാൽ ശന്തോയോ എന്ന് പറയും. അപ്പം നമ്മളെ കയറിയ ആളല്ലേ. ടിപ്സ് പറ പ്ലീസ്. ഇവളെ എന്നെയും കൊണ്ടേ പോകുള്ളൂ. മോളെ ശുചു എന്താണ്? ഹായ് സർ, ഹായ്. നമ്മളെ സന്തോഷമാണ് നമ്മളെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. കറക്റ്റ്, പത്തു പറഞ്ഞതാണ് കറക്റ്റ്. നമ്മുടെ സന്തോഷമാണ് നമ്മുടെ സൗന്ദര്യത്തിനാണ്. അപ്പോൾ വെള്ളം കണ്ട അവർ ഈ മഴയത്തും കിടന്ന് പൊട്ടിക്കുമെന്ന് ഒന്നിട്ട് കഴിയുമ്പോൾ നന്നായി കേട്ടോ. ഞാനിപ്പോൾ ലൈവ് വന്ന് അങ്ങ് തീർത്തത്. അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ഭയങ്കര സൗണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ മുമ്പ് ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് വണ്ടിത്തടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. മോൻ അവിടെ ആസ് കോളേജിൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത്, എഞ്ചിനീയറിങ്ങിന് ചേർത്ത സമയത്ത്, അപ്പോൾ 2-3 പട്ടി ഉണ്ടായിരുന്നു. ഈ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഈ പട്ടികൾ കിടന്ന് ഓടുന്നത് കാണണം. പാവം തോന്നുന്നു. എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ടീച്ചറമ്മ ലൈവിലില്ലേ? കാണുമല്ലോ, അമ്മ കാണുമല്ലോ. നമ്മളെ സന്തോഷമാണ് അമ്മ. അതിനെ പാവത്തിനെ വെറുതെ വിടാതെ അതിൻ്റെ വഴിക്ക് പോയി എവിടെയെങ്കിലും ഇരിക്കട്ടെ വെറുതെ. ടീച്ചറമ്മയെ പിടുത്തു വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. ടീച്ചറമ്മയ്ക്ക് ഇച്ചിരി കൂടുമല്ല. ചുമ്മാ എന്നെ ഉപദേശമാണ്. എന്നെ ഉപദേശിച്ച് എന്നെ നശിപ്പിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ടീച്ചറമ്മയാണ്. അതുകൊണ്ട് ഞാൻ ടീച്ചറമ്മയെ തൽക്കാലം ഊരി വിടാമെന്ന് ചോദിച്ചു. ഉമർ ഷെഫീന, നന്മയുള്ള വിഷയങ്ങൾ പറയുന്നു. ഞാൻ ഷെഫീനയുടെ വീഡിയോ കാണാറുണ്ട്. പോസിറ്റീവായ വിഷയങ്ങൾ ഞാൻ പഠിക്കാറുണ്ട്. മജീഷ്യൻ ഉമർ, മലപ്പുറം ജില്ല. താങ്ക് യു. യെസ്, കറക്റ്റ് ആൻസർ. ഹാപ്പിയായി. ഷാലു ബാബുവിന് എന്താണ് അമ്മയെ കൊണ്ട്? അമ്മ നിനക്ക് എന്തിനു വേണം അമ്മയെ കൊണ്ട്? അത് കൊള്ളാമല്ലോ. ചുമ്മാ ഇരിക്കണം. അമ്മയെ ചോരണ്ടോ? ഉറങ്ങി കാണും കൊച്ചെ. സമയത്രേ. അല്ലെങ്കിൽ അമ്മ ഇതൊക്കെ ഇട്ടിട്ട് അവിടെ പോയി ബിഗ് ബോസിൽ പോയി വായി നോക്കുന്നുണ്ടായിരുന്നു. എന്തോന്നാ ഒരെണ്ണം ഉണ്ടല്ലോ, ഗ്രാൻഡ് ഫിനാലെ ടിക്കറ്റ്. അതാണ്ട് വന്നല്ല. അവിടെ ഇരിപ്പുണ്ട്, ഒളിച്ചിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ ഒളിച്ചിരിക്കുക. അമ്മ ഇപ്പോൾ ഒളിച്ച് കളിക്കുകയാണ്. അമ്മയ്ക്ക് പേടി കിട്ടി തുടങ്ങി. അമ്മയെ മിക്കവാറും എല്ലാവരും സ്കെച്ചിട്ട് തട്ടു എന്നാണ് പറയുന്നത്. പാവൻ്റെ അമ്മ. ഇതെന്തൊരു നമ്പരൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ ഈ നമ്പറൊന്നും കണ്ടില്ലേ? 8928. ഫോൺ നമ്പറായിരിക്കുമോ? ചാൻസ് വളരെ കുറവാണ്. ഷാലു ഉണ്ട്, ഓൺലി മോണിറ്ററിങ്. ഷാജി എണ്ണാൻ അവിടെ ഒന്നും ഒപ്പിട്ടില്ലെങ്കിലാണ്. ഇവർ രണ്ടുപേരെയും കൂടെ ഞാൻ എന്താ പറയണേ, ഇവർ രണ്ടുപേരുടെയും കൂടെ മോഡറേഷൻ സ്ഥാനം എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു സമാധാനമാവും അല്ലേ? അപ്പോൾ വിചാരിക്കുക അയ്യോ അത് ഒറ്റയ്ക്കായി, അങ്ങനെയല്ലേ? അതിനല്ലേ അത് മനസ്സിലായി. കമന്റ് ഒന്ന് കാണാത്ത കൊണ്ട് തിരക്കിയതാണ്. അത് ശരി. അവരിങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവർ ഡെയിലി രാവിലെ വിളിച്ച് വൈകുന്നേരം വിളിച്ച് ഉച്ചയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. കമന്റ് ഇടണമെന്ന് ഇപ്പം നിർബന്ധം എന്തുവാ? അങ്ങനെ യാതൊരു നിർബന്ധങ്ങളുമില്ല. ഹാപ്പി ദിവാലി. ഞാൻ ദീപാവലി ആഘോഷിച്ചിട്ട് ഒരുപാട് നാളായി. ഒന്നാമത്തെ കാര്യം, ഇളയ വാവയ്ക്ക് ഈ പടക്കം ഇങ്ങനെയുള്ള ഫയർ വർക്ക്സ് ഒന്നും ഇഷ്ടമില്ല. മൂത്തവൻ ഇച്ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇളയവൻ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും വാങ്ങിക്കത്തില്ല. ആകെ ആഘോഷം അതല്ലേ. പിന്നെ കുറേ സ്വീറ്റ്സ് തിന്നല്ലേ വണ്ണം വയ്ക്കും. ഫേവററ്റ് കണ്ടസ്റ്റന്റ് ഇൻ BB7? ഓഫ് കോഴ്സ് അത് ഷാനവാസും അനുവും തന്നെയാണ്. ഷാനവാസിനോടൊരു അകൽച്ച ഉണ്ടായിരുന്നു. പിന്നെ ആദില നൂറ വിഷയത്തിൽ വന്നല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രദർലി അഫെക്ഷനാണ്. എനിക്ക് അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ബ്രദറും കൂടെ ഒരിക്കൽ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നല്ല തല്ലുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു മെസ്സപ്പ് വന്നപ്പം അവൻ വന്നു നിന്നൊരു നില എനിക്കത് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായി പോയി. അവൻ അത്രയും വഴക്ക് പറഞ്ഞിട്ടും അവൻ വന്നു നിന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്, അവളെന്താ പറയട്ടെ, അവളെൻ്റെ പെങ്ങളാ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് തോറ്റുപോയി. അങ്ങനെ ഒരു സീനുണ്ട് അതിൽ, അങ്ങനെ ഒരു തോന്നൽ.
ടീച്ചറമ്മ UDC ആകാം. ഇതെൻ്റെ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ചെയ്താ ഷുഗർ. ഇന്നലെ നീ എൻ്റെ വെപ്പാട്ടനിക്ക് കാമത്തവളയ്ക്ക് എന്നെ വിളിച്ച് കാമം പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ വെപ്പാട്ടൻ കാമത്തവള എന്നെ വിളിച്ചിട്ട് എൻ്റെ മോളെ കാണിക്കാനേ പറയുന്നുള്ളൂ. എൻ്റെ അടുത്ത് വെറും ഷെഫീന ബിബി എന്നേ സംസാരിക്കുന്നു. നിങ്ങളെല്ലാരും കണ്ടില്ലേ ഗൈസ്? എൻ്റെ വെപ്പാട്ടൻ എൻ്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കുന്ന കുറച്ചു ഗൈസ്. അറേബ്യൻ മിൽസിൽ ഇപ്പൊ പണിത്തിരക്കാണ് ഗൈസ്. അനീനെ ഇഷ്ടം ഇല്ല, അനീഷിനെ ഇഷ്ടമില്ല. അനീഷിന് അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ സഹിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അനീഷിനെ എടുത്ത് ചുടുത്തേനെ. അനീഷിന് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ആ റിപ്പീറ്റ് ചെയ്യുന്ന ഫോം ഇഷ്ടമില്ല. ചുമ്മാ റിപ്പീറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അയാൾ. എനിക്ക് അതാണ് അയാളോട് ദേഷ്യം, അല്ലാതെ എനിക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല. എനി മഞ്ഞ പൂഞ്ഞോ എന്നാ എല്ലാവരും പോയി റബ്ബേ പള്ളി 1 മണിക്കൂറോ? ചുമ്മാ ലൈവിൽ വന്നാലും 1 മണിക്കൂർ അങ്ങ് പോണത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അട്ടെ എത്ര ലൈക്ക് ഷാജി അണ്ണ? എത്ര ലൈക്ക് എന്ന് നോക്കി പറയൂ അണ്ണ. ഹാപ്പി ദീപാവലി. ഷെയിം ടു യു. അനീഷിനെ ഇഷ്ടമാണോ? അനീഷിനെ ലക്ഷ്മിയും ചേർത്തിട്ടൊരു വൃത്തികേട് പറഞ്ഞു എന്നും ലക്ഷ്മിയുടെ ടൈം ലൈനിൽ അത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ മറ്റേ കുട്ടി ഇന്റർവ്യൂ എടുത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു. നാളെ കേട് കുറെ ആയി തൻ്റെ ഏഴിമല പൂഞ്ഞാലിട്ട്. പാടാലോ ഞാനി മഞ്ഞ പൂഞ്ഞോ അല്ല, ഫ്രസ്ട്രേഷൻ തള്ള ഇപ്പോഴും പാലുടുപ്പൊക്കെ ഉണ്ടോ? അതെവിടം വരെ എത്തി? എന്തരോ മാമണക്ക് മണിമാണോ പൂമാണോ. മുന്താസ് ഹായ് മുന്താസേ. നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. റോസി ഹിഡുംബി, എടി ജഡായി ഹിഡുംബി, അതുപോലെ അവിടെ കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നീ എന്താ വിചാരിച്ചേ? നിന്റെ കുറെ ഫേക്കുകൾ കൊണ്ടുവന്ന് അവിടെ താഴെ കമന്റ് ഇട്ടാൽ ഞാൻ ഇട്ടിട്ട് ഓടുന്നു. എവിഡൻസ് ഞാൻ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. മുന്താസ് കൊണ്ടിട്ട് എവിഡൻസ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. BB7 ആരെയാണ് ഇഷ്ടം? ഇനി എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. ആ പാട്ടിലും തോന്നലായിരിക്കും. ഹായ് മുത്തേ ഉമ്മൂസ് വേൾഡ്. ഹായ് 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 ഹായ്. അപ്പം എല്ലാം സുഖമല്ലേ? ഇപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള സാധാരണയായിട്ടുള്ള മാന്യതയുള്ള യൂട്യൂബേഴ്സിനോട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അനുമോളെ ഇഷ്ടമാണ്, പക്ഷെ അനീഷ് ജയിക്കാം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതിൽ അനു വരാം, ഇൻസൈഡ് ഓഫ് മീ വരാം, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. സോ അവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, മൈൻഡ് യുവർ ബിസിനസ് യാർ. ദീസ് പീപ്പിൾ ആർ മാഡ്. ദേ ഡോണ്ട് ഹാവ് എനി ജോബ്. They are not taking care of anyone. They are very much failure in their life. Do your job and the show must go on, move on. ഇതും കൊണ്ട് ഇരിക്കല്ലേ പിള്ളേരെ, നിങ്ങളിങ്ങനെ ജോലികൾ നോക്കി. ചേച്ചി ഇന്നലെ അനീഷിന് ബിഗ് ബോസ് കാണിച്ചത് തെണ്ടിത്തരം ആയിപ്പോയി. തെണ്ടികൾ തെണ്ടിത്തരല്ല, പിന്നെ എന്തൊരു തെണ്ടിത്തരം കാണിക്കാൻ പറ്റുമോ? അവ ഒരു വെറും തെണ്ടിയാണ് മോളെ, അതുകൊണ്ടാണ്. ശിവകൃഷ്ണ ചേച്ചിയുടെ ഒപ്പീനിയൻ എന്താ? ഞാനൊരു വീഡിയോ പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണും. അതിനകത്തുണ്ട് എൻ്റെ ഒപ്പീനിയൻ. എനിക്ക് മോഹൻലാലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടം അങ്ങോട്ട് നഷ്ടപ്പെട്ടു. കാല് വരെ നിലത്തടിക്കാനുള്ള ദേഷ്യമുണ്ട്. കിണിക്കുക നിന്നിട്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നാ? എന്തൊരു ചിരിയാ. പോയും കെട്ട കള്ളം കാണിച്ചില്ല. ആര്യനെ പറ്റി ഇനി വല്ലതും പറയുമോ? ആര്യനെ പിടികൊടുക്കൂ. അപ്പൊ അനുമോളായിരുന്നു, അനുമോളെ നിന്നെ ഞാൻ തൂക്കിക്കൊല്ലും, നിനക്ക് ഞാൻ അങ്ങനെ ചെയ്യും, നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും, നിന്നെ ഞാൻ മൂക്കി വലിച്ച് കയറ്റും, എന്തൊക്കെ ആയിരിക്കും പറയാ. സുഖാണോ മുത്ത്? ആരടൻ്റെ മുത്ത്, ആരടഞ്ച് മുത്തെന്നൊക്കെ വിളിക്കണേ. എടാ അവിഹിതത്തിനൊന്നും നമ്മളെ കിട്ടത്തില്ല. അതോ അവിഹിതം കടപ്പുറം കക്കൂസ ചെയ്യണേ. ഇത് അവിടെ പോയി നില്ലേ. ചേച്ചി പറയുന്നത് 100% ശരിയാണ്. അതിൽ ഭയങ്കര ഫേവറിറ്റിസം ഉണ്ട്. ഞാൻ പക്ഷേ അത് ഞാൻ ചോദിക്കാൻ പറ്റുപോയി. ഈ ലക്ഷ്മിയുടെ കുട്ടീനെ കണ്ട കാര്യം നിങ്ങൾക്കൊക്കെ അറിയായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് അമ്മയും പറഞ്ഞില്ല. അതെന്താ അമ്മ എൻ്റെ അടുത്ത് പറയാതിരുന്നേ? ലക്ഷ്മി കുഞ്ഞിനെ കൺഫെഷൻ റൂമിൽ വെച്ച് കണ്ടു എന്ന് ഞാൻ അറിഞ്ഞില്ല. അന്നും പിറ്റേന്ന് ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസിന് നല്ല കൊടുത്തിട്ടു. കൊച്ചിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുക്കൻ പറയണേ കേട്ടിട്ട്. അവളെ സഹോദരൻ അടുത്തല്ലേ അവൻ പറയണേ കേട്ടു. സത്യത്തിൽ കള്ളനാ കേട്ടോ ചെറുക്കൻ. എൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ റിവ്യൂ കൊള്ളാമോ? എൻ്റെ റിവ്യൂവിനെ പറ്റി ഒരു കമൻറ്റ് ഇട്ടേ.
ഇത്തവണ വാങ്ങിയ കരി ഭയങ്കര ബോറ് കരിയാണ്, ഭയങ്കര ഓയിൽ ഫോമാണെന്ന് തോന്നുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഒരു ഹായ് തരുമോ? പിന്നെന്താ ഷാനിം, ഹായ്. ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്, സ്വാഭാവികം. അവർക്ക് ഇഷ്ടമുള്ളവരായിരിക്കും അവരെടുത്തിട്ടുണ്ടാവുക. 6 വയസ്സുള്ള ഐഷ മാരേജ് ചെയ്ത് മുഹമ്മദിനെ പറ്റി 2 വാക്ക് പറയാമോ? മുഹമ്മദിനെ പറ്റിയിട്ടല്ല, മുഹമ്മദ് റസൂല് ഇസ്ലാം മതം അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ മീൻസ് ഈ ഖുർആനൊക്കെ എഴുതിയത് അദ്ദേഹമാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ ഡെപ്തിലൊന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ 2-3 വാക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കണം. അദ്ദേഹത്തിന്റെ കുറേയധികം പിന്നെ രീതികൾ, അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ, അദ്ദേഹം ഒരു സമൂഹത്തിനെ ഐക്യപ്പെടുത്തി കൂടെ നിർത്തി പല രീതിയിലുള്ള അനാചാരങ്ങളും മോശപ്പെട്ട പ്രവർത്തികൾക്കും എതിരെ ശക്തമായി പ്രതിഷേധിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ 28 വർഷം അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയുമായി വൃത്തികെട്ട ബന്ധമോ യാതൊരു രീതിയിലും മോശപ്പെട്ട സാങ്കേതികമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടുത്തെ ഒരു സിറ്റുവേഷൻ, അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളോട് കൂടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പുള്ളിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സൗഹൃദത്തിലുള്ള ഒരാള് അദ്ദേഹത്തിന്റെ മകളെ തനിക്ക് കെട്ടിച്ചു തരാൻ നിർബന്ധം പിടിക്കുകയും അതിന് അദ്ദേഹം സമ്മതം മൂളുകയാണ് ചെയ്തത്. ആ ഒരു സമ്മതം മൂളുകയിൽ ആ കുട്ടി അത് സമ്മതിക്കുകയും കുട്ടിയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് വിവാഹം നടന്നിട്ടുള്ളത്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇതാണെങ്കിൽ പോലും കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇവിടെ കൃഷ്ണരായ പരമഹംസര നമ്മുടെ വിവേകാനന്ദ സ്വാമി ഇല്ലേ, അദ്ദേഹത്തിന്റെ ആചാര്യനായ ആ പറയുന്ന മഹദ്ഗുരു പോലും വിവാഹം കഴിച്ചിരിക്കുന്നത് 6 വയസ്സുള്ളൊരു കുട്ടിയാണ്, അല്ല 5 വയസ്സുള്ള കുട്ടിയാണ്. അതേപോലെ നാരായണ ഗുരുവിന്റെ പെങ്ങള് പോയി കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടിക്കും 5 വയസ്സാണ്. ഇതൊക്കെ ഒരു 100 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. 100 വർഷം മുമ്പുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ പോലും 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ വിവാഹം കഴിക്കുന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ്. അതിനനുസരിച്ചിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് കുത്തിക്കേറ്റൽ പരിപാടികളൊന്നും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. 9 വയസ്സിൽ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മ വിവാഹം കഴിച്ചത് 12ാമത്തെ വയസ്സിലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 12ാമത്തെ വയസ്സ് കുട്ടിയായെന്നൊക്കെ കേട്ടിട്ടുമുണ്ട്. ഐ മീൻ നമുക്കൊക്കെ 9 വയസ്സിലൊക്കെ മെൻസസ് വരും. ഈ മെൻസസ് എന്ന് പറയുന്നത് ശരീരം പാകപ്പെട്ടു എന്നാണ് അർത്ഥം. ഓരോ തവണ മന്ത്ലി ഓവുലേഷൻ വരുന്നതിൽ കൂടെ നമുക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള പ്രാപ്തി നമ്മളുടെ ശരീരത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രാപ്തിയായ നമ്മൾക്ക് വിവാഹം കഴിക്കാനും കുഞ്ഞുണ്ടാക്കാനും സാധിക്കും. പിന്നൊരു കാര്യം, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നത് കൊണ്ടാണ് ആൺകുട്ടികൾക്ക് 18 വയസ്സായാൽ ബന്ധങ്ങൾ പാടുണ്ടെന്നെങ്കിലും വിവാഹം എന്നത് 22 വയസ്സ് നിജപ്പെടുത്തിയത് ഡിഗ്രി കഴിയുകയും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു നിജപ്പെടുത്തലാണ് 18 വയസ്സ് എന്നുള്ളത് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്ലാമിക മുഹമ്മദീയ നിയമപ്രകാരം 15 വയസ്സ് തൊട്ട് വിവാഹം കഴിക്കാമെന്നാണ്. 15 വയസ്സുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാമെന്നാണ്. ഇനി നിങ്ങൾക്കത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്, ഇല്ല അവർ ഭയങ്കര ഫോർവേഡഡ് ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ബാലഗംഗാധര തിലകൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബ്രിട്ടീഷുകാരോട് അടികൂടിയ റീസൺ എന്താണെന്ന് അറിയാമോ? ആണുങ്ങളുടെ വിവാഹപ്രായം 10 വയസ്സിൽ നിന്ന് 11 വയസ്സാക്കി ഉയർത്തി എന്നൊരു കാരണം കൊണ്ടാണ്. ബാലവിവാഹവും ശൈശവ വിവാഹവും 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ശരിവെക്കൽ നടപടിയിൽ ഏർപ്പെട്ട ഒരു സംഗതിയാണ്. അതൊരു വലിയ ക്രൈമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിനെ അവഹേളിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. 2 വാക്കാ പറഞ്ഞ് ഞാനൊരു എസ്സേ എഴുതി അങ്ങ് തന്നു. പോരെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വാചാലയാകാൻ തയ്യാറാണ്. എനിക്കിഷ്ടമാണ്. ഭയങ്കര വാക്സാമർദ്ദിയാണ്, ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ വെരി അട്രാക്റ്റീവ് ഡിഫറെന്റ് പ്രസന്റേഷൻ, ട്രൂലി സൂപ്പർ. എടാ ഷാജി, ഇതൊക്കെ എഴുതിരും. എന്നാൽ നീ നിന്റെ മോളെ ആ 9 വയസ്സാകുമ്പോൾ കെട്ടിക്കും. എടാ ഞാൻ 6 വയസ്സിലേ കെട്ടിക്കും, 5 വയസ്സിൽ കെട്ടിക്കും. നിനക്കറിയാമോ, എൻ്റെ കല്യാണം പോലും എൻ്റെ 1ാമത്തെ വയസ്സിൽ നടന്നു. എൻ്റെ മാമായുടെ മോനുമായിട്ട് എൻ്റെ നിക്കാഹ് പറഞ്ഞുറപ്പിച്ച് എൻ്റെ ഉപ്പായും എൻ്റെ മാമച്ചിയും കൂടെ പറഞ്ഞുറപ്പിച്ചത് എൻ്റെ 1ാമത്തെ വയസ്സിൽ കണ്ട മഹാഭാവി നടക്കും. പിന്നെ സെക്ഷൽ കോണ്ടാക്ട് അതിപ്പോൾ മെൻസസ് കഴിഞ്ഞാലേ നടക്കുള്ളൂ, അല്ലാതെ കുത്തിക്കയറ്റാൻ വന്ന ബാലകച്ചേതം എടുത്ത് അകത്തിടും. പിന്നെ ഇന്ത്യൻ നിയമപ്രകാരം 5ാം വയസ്സിൽ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ 4ാം വയസ്സിൽ കെട്ടിച്ചു കൊടുക്കും. ഇവിടുത്തെ നിയമം കൂടെ നമ്മൾ നോക്കണ്ടേ? ആ പോക്സോ കേസിന് അകത്തുകൂടെ അലവലാതി. പിന്നെ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, എനിക്ക് 2 കിടുവകളല്ല 2 ആമ്പിള്ളേരാ. അവന്മാരെ ഇനിയിപ്പോൾ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ട്. നിന്റെ കയ്യിൽ പെണ്ണു വല്ലതും ഉണ്ടാടാ? എൻ്റെ മൂത്ത കൊച്ചിന് ഞാൻ പെണ്ണു നോക്കുന്നുണ്ട്. നല്ലൊരു കുട്ടീനെ കിട്ടുമെങ്കിൽ പറ കേട്ടാ. ശ്രീധരൊന്നും പ്രശ്നമല്ല, കാണാൻ ചന്ത ഉണ്ടായിരിക്കണം, പഠിത്തം ഉണ്ടായിരിക്കണം. അടുക്കള വേലയ്ക്ക് ഇവിടെ ആൾ വേണ്ട. സ്വർണവും ഉണ്ടും വണ്ടിയും ജെട്ടി പോലും കൊണ്ടുവരണ്ട. ഓളുടെ സുനായും വന്നാൽ മാത്രം മതി. താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടാ. അക്ബറിക്കായെ പൊക്കാൻ സർഗോ അണ്ണൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണോ?
ഷെഫീന എൻ്റെ ഉമ്മയുടെ വിവാഹം കഴിഞ്ഞത് 12 വയസ്സിൽ. ആ ഒരു കാലത്ത് എൻ്റെ ഉമ്മച്ചി ഡിഫറൻറ്റാണ്. എൻ്റെ ഉമ്മയുടെ വിവാഹം കഴിഞ്ഞ് 27ാമത്തെ വയസ്സിലാണ്. ഉമ്മച്ചി ഒരാളെ പ്രേമിച്ച്, പ്രേമം മൂത്ത് വീട്ടുകാർ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയും. ഉമ്മച്ചി കാത്തിരുന്ന് 27 വയസ്സായപ്പോൾ ഉമ്മച്ചിയുടെ ഉപ്പ സറണ്ടർ, നീ എന്നാൽ അവനെ തന്നെ കെട്ടിക്കുക പാൻഡാരം എന്ന് പറഞ്ഞാണ് ഉമ്മച്ചി 27ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ ഉമ്മച്ചിയുടെ ഉമ്മ 12 വയസ്സിലാണ് വിവാഹം കഴിച്ചത്. അലൻ ജോസ് ഓടുമോനെ എന്തിനു അവ ഇരിക്കട്ട്, അടുത്ത ചോദ്യം ചോദിയില്ലടാ. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ വിമുഖത കാണിക്കുകയോ പിന്നോട്ട് നടക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുകയില്ല. ചോദിക്കുമോനെ. എനിക്ക് ഏറ്റവും ഇഷ്ട സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിക്ക് എനിക്ക് 80% മാർക്കുണ്ടായിരുന്നു. കമൺ ആസ്ക് മീ. വൈ ഗോ, യു ഗോ, വെയർ ഗോ. അവന് കിട്ടി പോയിച്ചു. സമാധാനമായ അല്ല ഇനിയും പറയാം, മതിയാ. അല്ല, എക്സ് മുസ്ലിം പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന് വായ്ത്താളം അടിക്കുന്ന കുറുക്കന്മാരുടെ അടുത്തിരുന്നുകൊണ്ട് കുറുക്ക വർത്താനം കേട്ടിട്ട് ഷെഫീന ബീബിയുടെ അടുത്ത് ചോദിക്കുന്നു. ഷെഫീന ബീബി ചാനലുകളിൽ ഡിബേറ്റ് വരാത്തത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇല്ല, ഞാനാണ് ഇപ്പുറത്തെങ്കിൽ ആരിഫ് ഹുസൈൻ നിന്നുമുള്ളൂ. ഓടും. അമ്മായിക്ക് 5 പവൻ വള. ഇനി വളയൊന്നും വേണ്ട, എനിക്കൊരു അരഞ്ഞാണം കിട്ടണമെന്നുണ്ട്. വള എന്തിനാണ്? പോയാ? തീർന്നാ? ക്ഷീണിച്ചാ? എന്തിനടാ? എന്തോ നസറുദ്ദീൻ അബൂബക്കർ അടിപൊളി. അവന്മാർക്ക് വിവരം ഇല്ലാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വയ്യടേ, കാലൊക്കെ വേദനിക്കുന്നു. എന്നാ ഞാൻ പോട്ടെ. തീർന്നാ? അപ്പം മോളെ കക്കു, അടി കക്കൂസേ. അമ്മച്ചൊന്നും പറയില്ല. അതാണ് അത്ര ഇത്. അടി കക്കൂസേ, വെറുതെ എന്നെ ചൊറിയരുത്. എനിക്കിഷ്ടമല്ലേ, നീയും നിന്റെ വെപ്പാട്ടനും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ എന്ന് സ്മരിക്കണം. നിങ്ങളുടെ ഓർമ്മകളിൽ, നിങ്ങളുടെ സംസാരങ്ങളിൽ, നിങ്ങളുടെ ചിന്തകളിൽ എല്ലായിടത്തും ഞാനുണ്ടാകണം. അതാണ് എൻ്റെ ഇഷ്ടം. അത്ത ഒരു ക്വസ്റ്റ്യൻ. പിന്നെ എന്തിനാണ് അബൂബക്കർ മുഹമ്മദിനോട് പറഞ്ഞത് മുഹമ്മദ് ഐഷ കുട്ടി ആണ് എന്ന്? അത് കൊച്ചല്ലേ, കൊച്ചിനെ കൊച്ചെന്നല്ല പിന്നെ വലുതെന്ന് പറയാൻ പറ്റുമോ? കുഞ്ഞല്ലേ, കുഞ്ഞിനെ നീ എന്നെ കൊണ്ട് കെട്ടിക്കില്ലെന്ന് പറഞ്ഞിപ്പോൾ എന്താ കുഴപ്പമിരിക്കുന്നത്? കുട്ടീനെ കുട്ടീന്നല്ലേ പറയാൻ പറ്റൂ. എടാ, കുട്ടിയായിട്ടല്ലേ എല്ലാവരും വളർന്നു വരുന്നത്. പിന്നെ ജനിച്ച ഉടനെ അങ്ങ് 30 വയസ്സാവുമോ? എന്താടാ പൊട്ടാ നീ പറയണേ? ഞാൻ ചെറിയ വയസ്സിൽ ചെറുതല്ലേ, രാജുലല്ലേടാ വളരുക. അത് കൊള്ളാം. പിന്നെ ഞാൻ ജനിച്ച ഉടനെ 30 വയസ്സിലൊന്നും എത്താൻ പറ്റുമോ? ആരിഫ് ഹുസൈൻ തെണ്ടിയെക്കുറിച്ച് 2 വാക്ക്. സിമ്പിൾ. പോകരുതേ, ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. എല്ലാവരും ഇവിടെ ഇരിക്കും, സമാധാനപരമായിട്ടിരിക്കും. നമ്മൾ ആരിഫ് ഹുസൈനെ പറ്റി പറയാൻ പോവുകയാണ്. 12 വയസ്സിൽ മദ്രസയിൽ പഠിച്ചതെങ്കിൽ എല്ലാം പഠിച്ചു കാണും. അശോകൻ എടാ, അത് നമ്മൾ ശാഖയിലല്ല വിടുന്നത്, മദ്രസയിലാണ്. മദ്രസയിൽ പോകുമ്പോൾ അത്യാവശ്യം പഠിക്കും. ജനാബത്ത് കുളി, മറ്റേ ഫർള് കുളി, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ പഠിപ്പിച്ച് തരും. നിസ്കരിക്കാനുള്ളതൊക്കെ നമ്മളെ പഠിപ്പിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ ശാഖയെ വിട്ടിരുന്നെങ്കിൽ കുണ്ടം കളിച്ച് പഠിപ്പിച്ചെന്നേനെ. കാര്യം ഞങ്ങളാരും ശാഖയിൽ പോകാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കുണ്ടം വർക്ക് അറിയത്തില്ല. ഇപ്പോൾ കുറേ പിള്ളേരെ നീ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ആൾ ദ ബെസ്റ്റ്. ഇപ്പോൾ ചേച്ചി പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആണോ? താങ്ക് യു. ചേച്ചി, എനിക്ക് എന്താണ് ഹിന്ദു മതം ഇന്ത്യയിലും നേപ്പാളിലും ഒതുങ്ങിപ്പോയത് സുഖമാണോ? അപ്പോൾ അതിൻ്റെ മീനിങ് ആ നാട്ടിൽ കൊച്ചു പിള്ളേരാരും കല്യാണം കഴിക്കത്തില്ല എന്നല്ലേ? അതെങ്കിൽ നീ ഒരു 100 വർഷം മുമ്പ് ഈ കാര്യം ഉണ്ടായി കൊണ്ടുപോടാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുകുട്ടി ആരും കല്യാണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ. കട്ടപ്പയറ്റ് ജാമിത എന്തിനായിട്ടാ ഇങ്ങനെ ഇസ്ലാമിനെ ഇങ്ങനെ അവഹേളിക്കുന്നത്? കേൾക്കുമ്പോൾ സങ്കടമാകാറുണ്ട്. വളരെ ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നേ പറഞ്ഞില്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന പെറ്റീഷന് അത് ഫേസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് നല്ല അടിയുടെ കുറവാണ്. അവളെ അല്ല പണിഷ് ചെയ്യേണ്ടത്, അവളുടെ കുട്ടികളെയാണ് നമ്മൾ ബഹിഷ്കരിക്കുക. ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം ചേർന്ന് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ബഹിഷ്കരിക്കുക, നിസ്സഹകരണം പ്രഖ്യാപിക്കുക. അതേ സൊല്യൂഷനുള്ളൂ. അനുമോളോട് എന്തൊരു അനീതിയാണ് ചേച്ചി. പക്ഷെ എന്ത് ചെയ്യും? സത്യത്തിൽ ഷെഫീന ആരാണ്? ചിലപ്പോൾ സ്നേഹം തോന്നും, ചിലപ്പോൾ ദേഷ്യം തോന്നും. എന്തായാലും ദൈവം ഉരുളയ്ക്ക് ഉപ്പേരി എന്ന നിലയിൽ മറുപടി കൊടുക്കാൻ സാധിക്കും. താങ്കളുടെ അറിവുകൾ അഭിനന്ദിക്കുന്നു. നമുക്ക് ആരിഫ് ഹുസൈനെ പറ്റി പറയണ്ടേ? എന്നിട്ടടി ഉസ്താദ്മാരാണ് PhD കൊടുക്കാനുണ്ട്. ഉസ്താദ്മാരങ്ങനെ PhD ഒക്കെ കൊടുക്കും. പക്ഷേ കുണ്ടനടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ തൂങ്ങിച്ചാവുന്ന ശാഖയിലാണെന്നേ ഉള്ളൂ. കൊച്ചു മക്കളെ വരെ കൊണ്ടുപോയിട്ട് കുണ്ടനടിച്ച് കളിക്കുന്നത് ശാഖയിലല്ലേ? ശാഖാ പഠനമെന്ന് പറയുന്നത് കുണ്ടൻ കളിയല്ലേ? അതുകൊണ്ടല്ലേ അവർ വേറെ കല്യാണം കഴിക്കാത്തത്. ഈ നിങ്ങൾ BJP-ക്കാർ വേറെ കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊരു ടറോമയാണ്. ആ ടറോമയിലാണ് അവർക്ക് പിന്നെ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തത്. ചെറിയ വയസ്സുകളിൽ നമ്മൾ കുട്ടികളെ കുണ്ടൻ വർക്കിന് ഏർപ്പെടുത്തിയാൽ ആ കുട്ടികൾ വിവാഹത്തിനോട് വൈക്ലഭ്യം കാണിക്കും. അതുകൊണ്ടാണ് ശാഖാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുണ്ടന്മാർ വിവാഹത്തിനോട് വൈക്ലഭ്യം കാണിക്കുന്നത്. വിവാഹ ജീവിതവും അവർക്ക് വൈക്ലഭ്യപൂർവ്വമായിരിക്കും. റീസെന്റ് ഷാർജയിൽ വെച്ചെടുത്തി ഒരു കുട്ടി മരിച്ചില്ലേ? അവന്റെ പ്രശ്നം അതാണ്. അവനൊരു കുട്ടിയല്ലേ ഉണ്ടായത്, സ്പൂണി കോരി കഴിച്ചപ്പോഴും കണ്ട ഉണ്ടായതാണ്. അല്ലാണ്ട് അവനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. ബലാത്സംഗികൾക്ക് പേരിൽ മാത്രമേ ബലാത്സംഗമുള്ളൂ. അവരെ സുന ഈസ് നോട്ട് വർക്കബിൾ കണ്ടീഷൻ ഹേ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കുണ്ടൻ വർക്ക്. They are teaching their only kundan work. That kundan work makes them impotent.
പിന്നെ എടി പൊടി എന്നൊക്കെ വിളിച്ച തായോളി ഞാൻ പച്ചക്ക് അങ്ങ് തരും കേട്ടാ മൈരേ. ആ ഇവിടെ എന്തും പോകും, നല്ല ഭാഷയിൽ ഞാനങ്ങ് തരും. ശ്രീകൃഷ്ണൻ എത്ര കെട്ടിയെന്നെ അതൊന്നും നമ്മൾ പറയണ്ട. ശ്രീകൃഷ്ണത്തിന് ആംബിയർ ഉണ്ട്, അങ്ങനെ കെട്ടി. ആ സംഘികളോട് പറയൂ, ശാഖയിൽ പോയവർക്ക് അറിയില്ല, ഈ കാലഘട്ടത്തെ പോലുള്ള ഫുൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആക്കുന്നുണ്ട്, പണി പുറകെ വെക്കുന്നു. ഊമ്പുവടാ ഞൊട്ടുന്നീ ഷെഫീന. സ്ക്രീൻ റെക്കോർഡല്ലടാ, ഞാൻ നീ പറയുന്നിടത്ത് ഈ സാധനം കൊണ്ടെത്തിച്ചേരാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നീ ഞൊണ്ണേ ഓടാ. കോടതി കയറി ഇറങ്ങാനുള്ള സമയമായി നിനക്ക്. കേടാ എനിക്ക് അതിനകത്ത് ഒരു വിഷമമില്ല, ഒരു ബൈക്ലഭ്യമുള്ള സ്ത്രീയല്ല ഞാൻ. ഈ കോടതി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലേടാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അവിടെ തന്നെ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് നടക്കുന്ന ആളാണ്. നീ കോടതി എന്ന് പറഞ്ഞ് ഷെഫീനയെ പേടിപ്പിക്കട്ടെ. ഷെഫീനയെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാൽ വരുന്നു. ആ ജാമ്യത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തൂടെ താത്താം. എൻ്റെ മോളെ അവക്ക് ഭ്രാന്താണ്. കഞ്ചാവ് കാക്കാടെ മോളാണെന്നും അവളുടെ പൂർവ്വചരിത്രവും പൂർവാശ്രമ ചരിത്രവും ഞാൻ കൊണ്ടുവന്ന് തന്നില്ലേ. ഞാൻ നിങ്ങളെടുത്ത് വെച്ച് പെരുമാറ്. പിന്നെ എന്നുള്ള ആരിഫ് കഴിയും എൻ്റെ മോൻ്റെ കഥ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാടാ. ഓനെ പഠിക്കാൻ വിട്ടു, ഓൻ പഠിക്കാൻ പോവില്ല. അവൻ വായി നോക്കി തെണ്ടി തിരിഞ്ഞ് അലവലാതിയായിട്ട് കിടക്കണം. തള്ള പൈസ കൊടുക്കും. തള്ള സാരി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ വയറ് കണ്ടു. അതിൽ അവനിക്ക് ടെംപ്റ്റായി. തള്ളെ കയറി പിടിച്ചു. തള്ളയ്ക്ക് മനസ്സിലായി കളി കാര്യമാവും. തള്ള എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചു. അവൻ്റെ പ്രോഗ്രാം ഈസ് നോട്ട് വർക്കബിൾ കണ്ടീഷൻ ഹേ ആൻഡ് കണ്ടീഷൻ ഈസ് നോട്ട് ഗുഡ്. പെണ്ണ് ഈസ് കംപ്ലൈനിങ് ഹേ. ദാറ്റ് കംപ്ലൈന്റ് മേക്ക് ഹിം അനദർ മാരേജ് ഹേ. അനദർ മാരേജ് ഈസ് ആൾസോ പ്രൂഫ് ഇഡ് ദ സെയിം മാറ്റർ ഹേ എന്ന് വെച്ചാൽ അവൻ്റെ KUNN ഈസ് നോട്ട് വർക്കബിൾ കണ്ടീഷൻ ഹേ. അത് അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ ചിന്തിക്കുന്നത് സുന്നത്ത് ചെയ്തുകൊണ്ടാണെന്ന്. അങ്ങനെയാണ് അവൻ സുന്നത്തിനെതിരെ നിന്നത്. അങ്ങനെ സുന്നത്ത് കല്യാണത്തിനെതിരെ നടന്നിട്ടും അവൻ്റെ സുന ഈസ് നോട്ട് വർക്കബിൾ കണ്ടീഷൻ ഹേ. അവൻ തേർഡായിട്ട് ഒരു പെണ്ണിനെ ഒപ്പിച്ചുകൊണ്ട് വന്നു. ദാറ്റ് പെണ്ണ് ഈസ് ആൾസോ നോട്ട് സാറ്റിസ്ഫൈഡ് ഹേ. ഇതാണ് പ്രശ്നം. ഈ ഫ്രസ്ട്രേഷനാണ് അവ ഇരുന്നുകൊണ്ട് സംസാരിച്ച് തീർക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മതിയോ? ഷെഫി, അപൂർവ വാസുദേവായ ചാനലിൽ ഐമർ ലൈവ് കണ്ടോ? അജ്മാൻ പവർ അവരുടെ ലൈവ് ടുഗദർ കയറി തുണി ഒക്കെ കാണിച്ചു. എനിക്ക് ഇവരൊന്നും അറിഞ്ഞൂടേ. ആക്ടർ റിയാക്ഷനാ. എന്തൊരു സുഹാന അമ്പു പൊടി മാട്ട പൊല. അയ്യോ ചീത്ത വിളിച്ചാണ്. നീ കാര്യമായിട്ട് എഴുതി ഇട്ടതായിരിക്കും അല്ലേ? അത് യൂട്യൂബ് കട്ട് ചെയ്തല്ലേ? സാരമില്ല മോളെ, ഞാൻ നിന്നെ ക്ഷമിച്ചു. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിനക്ക് നല്ലപോലെ നൊന്തോണ്ടല്ലേ. പോട്ടടി, ഇച്ചിരി കൂടെ വിളിച്ചോ, സാരമില്ല. ഞാൻ അതങ്ങ് ഏറ്റ് സന്തോഷമായി. മദ്രസ ഉസ്താദന്മാരുടെ ഒന്നുകൂടെ വായിക്കാം. മദ്രസ ഉസ്താദുമാരാണ് പോളി ജയിലിൽ കൊടുത്തല്ലോടു താത്ത ഇന്നത് ഉസ്താദന്മാര്. ഓ ശിവനെ, ഇത് ഏത് ഭാഷ? തോലപ്പണി പിടിച്ചു നാക്കുലക്കിളി തോളപ്പണി പഠിച്ചടു എന്ന് കേൾക്കുന്നുണ്ട്. ഇത് എന്തൊരു ഭാഷ ഇത്? എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് മോളെ. താങ്ക് യു. ശുഭാന അമ്പു തളകി വിളിക്കണം. വേണ്ട ഷാജി, അടങ്ങ് അടങ്ങ് അടങ്ങ്. ജിയോറാം ചരക്കെന്ന്. ഞാനാ? സത്യം? എടാ നീ എന്നെ ആക്കിയതാണോ? സത്യമായിട്ടോ? ചരക്കാണോ? താങ്ക് യു. മറ്റുണ്ടോ? ഓ നിന്റെ തള്ളക്ക് കാണും. നീ എത്രയും പെട്ടെന്ന് എന്നെ എടുത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കും. തൗപ്പനും കാണും. കാരണം ചേർന്ന് കിടക്കുമ്പോൾ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടോ സൗരഭ്യമൊന്നാണ്. അടിനെ എത്രയും പെട്ടെന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അലവലാതി. നീ വേണമെങ്കിൽ കയറി കിടന്നോ, നിനക്കും ഇച്ചിരി കാണും. ചുമ്മാ ഇരിക്കുന്നവർക്ക് നെസ്സുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ? ഷെഫീന, എൻ്റെ മക്കൾക്കും വളരെ ഇഷ്ടമാണ്. താങ്ക് യു. ഹായ്ഡി കള്ളി സുഖമാണ്. ഹായ്ഡ കള്ള സുഖമാണ്. തമ്പി പോടാ. യൂ ഷാജി, അവൻ വട്ടുണ്ടോന്നല്ലേ ഷാജി ചോദിച്ചോളൂ. എന്തൊരു ഷാജി, ഓരോരുത്തരുടെ ചാനൽ എന്തെല്ലാം തെറിവിളി കിടക്കണേ. ഇതൊന്നും അവിടെ ഇല്ലല്ലോ. ഇതെന്തിനാ അവർ വഴക്ക് പറയണേ? അമ്മ ഇവനെ വിലക്കമ്മ. സ്പാർക്ക് ഫുട്ബോള് യൂസർ. വാടാ വാടാ വാടാ, കയറി വേടാ, അടിച്ച് കയറി ആക്കളെ. രണ്ട് തെറി വിളി, നിനക്കൊക്കെ ഒരു സമാധാനം കിട്ടണ്ടോ? മരിഞ്ഞടാ. അതെന്ത് ഇവിടെ ഒന്ന് തെറി വിളിക്കാൻ എത്ര പാട്. കമാൺ, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. വയ്യാത്തൊരു സ്ത്രീയാണ്. ബെറ്റാകാറുണ്ടോ നൈറ്റൊക്കെ? നാണാണടാ ഇതൊക്കെ. ഇപ്പോഴിങ്ങനെ ഒന്ന് ചോദിക്കല്ലേടാ, നാണൊക്കെ. നീ ഫോൺ വിളിക്ക്, നമുക്ക് ഫോണിൽ കൂടെ കൊഞ്ചാം. ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയാൽ കൂടുതൽ സുന്ദരിയാവും. 4, 3, 7 പൂച്ച കൂടെയുണ്ട്. ഇത് നീ സ്റ്റൈലാക്കാൻ പോണം. വേറെ ജോലിയൊന്നുമില്ലേ? ഇതിങ്ങനെ മതി.
എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല സഹോ. ഞാനിങ്ങനെ അയ്യോ എൻ്റെ മുടിയുടെ എല്ലാ ഷേപ്പും പോയി. ഞാനീ മണ്ണ പോണോണ് ആരണ്ട് വന്ന് എന്തരാ പറഞ്ഞ് അതും കേട്ടോണ്ട് എൻ്റെ മുടിയിൽ പോയി. അമ്മാമണിക്കും ചെറു മണിമാണ ഉമ്മാണ ഉമ്മാണ ഏങ്കുത് ഇളമൈ എന്നെ കിണ്ണിക്കിളി. എന്നെ കൂടെ ചേർക്കുമ്പോൾ സബീന ഇവിടെ ആള് തികഞ്ഞ് ഇനി എടുക്കുന്നില്ല. ഇവിടെ ഫിനിഷായി. സ്പേസ് ഇല്ല. സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് തന്നെ. ഇവിടെ ഇനി ആളെ എടുക്കുന്നില്ല. റെസ്ട്രിക്ഷനാണ്. സബീന ബീഹോ ഒന്നും അല്ലടാ, ബീവി, നോട്ട് ബീഹം. ബീഹം എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ്. ഞങ്ങൾ ബീവികളാണ്, മനസ്സിലായില്ലേ? പണ്ട് അറക്കൽ ബീവി എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന പടയാളികളാണ്. ഞങ്ങളുടെ ചരിത്രം അങ്ങനെയാണ്. ഞങ്ങൾ വാളെടുത്ത് വെട്ടി കുത്തി കൊന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ചരിത്രം. 1984 ഒരു മലയാള പഴയ പാട്ട് പാടുന്നു. ശിവനെ നീ ഇതെന്തെന്ന് PSC ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് അങ്ങനത്തെ പാട്ടൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ആകെ അറിയാവുന്ന പാട്ട് ഒരേ ഒരു പാട്ട്, 12 മക്കളെ പെറ്റൊരമ്മ എൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. അതറിയാം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, അതും അറിയാം. വേറൊന്നും അറിഞ്ഞൂടെ? അറക്കൽ അപ്പ എന്ന് കേട്ടിട്ടുണ്ട്. അറക്കൽ ബീവി എന്നുണ്ട്, അതറിയത്തില്ലേ? അറക്കൽ ബീവി എന്ന് പറഞ്ഞിട്ടൊരു ചരിത്രം ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ചു വെക്ക്. ഇതൊക്കെ അന്വേഷിക്കണ്ടേ പിള്ളേ? ഹൗസ്ഫുള്ളാണ്. ഇവിടെ തെരഞ്ഞു ഇനി ആളെടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ളവരെ തന്നെ നമുക്ക് സഹിക്കാം. ഇതിനൊക്കെ എങ്ങനെ കയറ്റി വിടട്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ശല്യങ്ങൾ അപ്പോൾ ഇനി പുതിയ എൻട്രി ഇതിന് പോകാറൊക്കെ അടുത്തുണ്ട്. ചരക്കെന്ന് വിളിച്ചോ പോയാൽ അന്നേരം 2 വട്ടം കൂടെ വർത്താനം പറയടാ. ചരക്കെന്നൊക്കെ ഒരു രസമുണ്ട്. അറിയാന്ന് ഞാൻ പേടിച്ചു പോയി. ഒരു ഫ്ലോയ്ക്ക് ഞാൻ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാവമാണ്. നാറാണത്തെ ഭ്രാന്തൻ ഫാനാണല്ലേ? നാറാണത്തെ ഭ്രാന്തൻ നല്ലൊരു ഫോർമുലയാണ്. നിങ്ങൾ ആർത്ത് നോക്കിയാണ്. നമ്മളെല്ലാവരും ആരെങ്കിലുമൊക്കെ നമ്മളെ എൻ്റർടൈൻ ചെയ്യണം, നമ്മൾ ചിരിക്കണമെന്ന് പറയുന്നവരാണ്. നാരായണത്തെ ഭ്രാന്തൻ സ്വന്തമായി സെൽഫ് എൻ്റർടൈനറാണ്. ഒരു കല്ലുരുട്ടി മലയാളം മൊണ്ടി കൊണ്ടുപോയി താഴോട്ട് തള്ളിയിട്ടിട്ട് കൈകൊട്ടിച്ചിരിക്കും. ഒരു കലാവാസന വേറെ ഏതെങ്കിലും വാഴയ്ക്കുണ്ടോ? നിങ്ങൾക്ക് വലിയ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇങ്ങനെ ഒന്ന് സന്തോഷിപ്പിക്കണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതിനകത്ത് പുള്ളി എടുക്കുന്ന എഫർട്ട് ഓർത്ത് വെക്കണം. ഒരു വലിയ ഉരുളങ്കല്ല് എടുക്കുക, ഉരുട്ടി മലയുടെ മണ്ടേ കൊണ്ടുപോകുക, എന്നിട്ട് അവിടെ നിന്ന് അത് താഴോട്ട് തള്ളിയിടുക, എന്നിട്ട് കൈകൊട്ടിച്ചിരിക്കുക. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇതിനെയാണ്. ആരെയും ശല്യം വേണ്ട. പിന്നെ ഈ കല്ല് ഞാൻ തന്നെ ഉരുട്ടും, ഈ കല്ല് ഞാൻ തന്നെ തള്ളിയിടും, എന്നിട്ട് ഈ കല്ലിനെ നോക്കി ഞാൻ തന്നെ ചിരിക്കും. ഈ തോട്ട് പ്രോസസ്സ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ദെയർ ഈസ്. കണ്ണും കൂടെ എഴുതിയോ? ശരിയാണ്. കൺമശിക്ക് എന്തോ ട്രബിൾ ഉണ്ട്. അതായത് ഇപ്പോൾ വാങ്ങിച്ചതാണേ, കുറച്ച് ഓയിൽ കുറച്ച് എക്സ്ട്രീമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കണ്ണ് വരയ്ക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയണേ, ഒരു ക്ലൗഡി ഫീലിംഗ് വരുന്നു. അതുകൊണ്ട് കുറച്ച് എഴുതിയത്. തൃശ്ശൂർക്കാരൻ ഫ്രം ലക്സംബർഗ്, യൂറോപ്പിലുള്ളവരുമായിട്ട് നമ്മൾ ഹായ് പറയത്തില്ല. നമുക്ക് അതൊന്നും ഇഷ്ടമില്ല. സെൽഫ് എൻ്റർടൈനർ, കറക്റ്റ്. താങ്ക്സ്. ഇപ്പോൾ നാക്ക് നീട്ടലിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അതിപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ അത് അങ്ങേരും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. ഡിസ്കഷൻ ഇവിടെ വേണ്ട. റോക്കറ്റ് വിടുന്ന കേസല്ലേ, അതെനിക്ക് മനസ്സിലായി. അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ജീവചരിത്രം എഴുതും എന്തിനീ പള്ളി? ഒരു 50 ലൈവ് എടുത്ത് നോക്കിയാൽ ജീവചരിത്രം മുഴുക്കം അതിനകത്തുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് എഴുതാൻ തോന്നുന്നു. ആരെങ്കിലും എഴുതിയാൽ ഞാൻ ഒരു ഒപ്പിട്ട് കൊടുക്കും, അത് ഇതെൻ്റെ ജീവചരിത്രമാണെന്ന്. ഇനി സമയമില്ലടേ, എഴുതാനൊന്നും വയസ്സായില്ലേ. നിങ്ങൾ വിചാരിക്കണക്കൊന്നുമല്ല, നല്ല പ്രായമുണ്ട് കുട്ടികളെ. കാണുമ്പോൾ ഒരു മൊഞ്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പ്രായം നിങ്ങൾ കണക്കാക്ക്. 27 വയസ്സുള്ള ചെറുക്കൻ്റെ ഉമ്മയാണ്. നല്ല പ്രായത്തിൽ ചെറുക്കനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്കൊരു ഉമ്മ ആവായിരുന്നു. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇളയതെങ്ങാണം കല്യാണം കഴിച്ച് കുഞ്ഞിക്കാലാക്കുന്നെങ്കിലേ ഉള്ളൂ. ഇവനെ കൊണ്ട് ഞാൻ കെട്ടിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ട്. ചെറുക്കനൊന്നും സമ്മതിക്കത്തില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിനെ സെറ്റാക്കി വെച്ചിട്ട് അവൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ 100 കുറ്റം പറയും. അതിനാ ആലോചിക്കാം. ബോൾഡ് വിമൻ യൂത്ത്, താങ്ക് യു. സന്തൂർ മമ്മി. സന്തൂറൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ്, ഇതൊന്നുമല്ല. ഞാനും അല്ല ചന്ദ്രിക റെക്സോണയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സന്തൂറിന് ആ പേര് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഹലോ, ഹായ് ഷെഫീന, സുഖം തന്നെയല്ലേ? ഞാൻ ഫൈസൽ തിരൂർ. ഹായ് ഫൈസൽ. യു ആർ ദ വൺ ഹൂ ഇസ് മെസ്സേജിങ് മീ. സൂപ്പർ. വയസ്സ് കാണിക്കുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. മേക്കപ്പിൻ്റെയൊക്കെ ഒരു ലെവലേ. വയസ്സൊക്കെ അറിയാൻ പറ്റും പിള്ളേരെ. പല്ലൊക്കെ കൊഴിഞ്ഞേണ്ടേ? പല്ലില്ല. ഇവിടെ ഒരു വലിയ പല്ലുണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. എക്സോണ മമ്മി, കറക്റ്റ്. മാധവ് കൊച്ചി, കറക്റ്റ്. എനിക്കുണ്ട് 27 വയസ്സുള്ള മോള്. ഇവിടെ കെട്ടിച്ചായിരുന്നാ? ഇല്ലെങ്കിൽ നമുക്ക് ആലോചിക്കായിരുന്നു. എനിക്ക് ഏതാണ്ട് ഒരു തമിഴച്ചി വന്ന് സ്വന്തം മോളെ കെട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റൊക്കെ ഇട്ട്, പിന്നെ കാണാനില്ല. പിജോ പൊക്കിക്കൊണ്ട് പോയി കാണും. പുര നിറഞ്ഞിരിക്കുന്ന കൊച്ചുങ്ങളുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ തിരിയും. പുര നിറഞ്ഞൊരു കുട്ടി ഇങ്ങനെ നിൽക്കണം. അവനെ ഒന്ന് കെട്ടിച്ചു കൊടുത്തിട്ട് വേണം എനിക്കൊരു ബന്ധം ആലോചിക്കാൻ. നീ എന്താ തട്ടിടാത്ത എന്തുവാണ്? നായിൻ്റെ മോളെ. ഇവിടെ കല്യാണ കാര്യം പറയുമ്പോൾ അവൾ തട്ടത്തിനകത്ത് കയറി പിടിച്ചിരിക്കുകയാണ്. പോടി ഇറങ്ങി. അവൾ വന്നേക്കാണ്. എന്തടി മുറിയേണ്ടി താത്ത? ശലീന ഒരു തട്ടത്തിലാണ്. നീ ഇട്ടോട്ട് നടാ. ലൈവ് കിട്ടിയിട്ട് കുറച്ച് നാളായി. ലൈവ് ഇടാറില്ല.
എന്തെങ്കിലല്ലേ ലൈവ് ഇടാറില്ലേ ഇപ്പോൾ? ഹായ് സുഖമാണോ? എത്തോ കാണുന്നില്ലേ മോളെ, ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, അതിന് വലിയ കാര്യമല്ലേ. ഈ പേക്കൂട്ടങ്ങൾ എന്നെ എവിടെ ഇട്ട് തെട്ടിക്കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നിടത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ വലിയ കാര്യമല്ലേ കുട്ടി. ഹായ് സബീനത്തോ. ഹായ്. ഇത് എവിടുന്ന തട്ടം വന്നേ? അല്ല അത് കുത്തിക്കിഴപ്പാണ്, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്ക്രൂ കൊണ്ട് കുത്തി കയറ്റിയില്ലെങ്കിൽ ഒരു രസമില്ലല്ലേ. അപ്പോൾ തുടങ്ങിയാലോ എന്നാ ഇല്ലടേ, സമ്മതിച്ചില്ല. ഞാൻ കുറേ കൂടെ ഒക്കെ പറഞ്ഞു ആക്കട്ടെ, അത് ഇതാക്കട്ടെ, ഒരു പോസിറ്റീവ് ഒരു ഗ്രീൻ ലൈറ്റ് അവിടെ നിന്ന് വന്നാൽ നമ്മൾ അപ്പം തുടങ്ങും. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചിൽ കാത്താടി പോണാണിനി. എടേ എൻ്റെ പാട്ടൊക്കെ ഭയങ്കര കുഴപ്പം പിടിച്ച പാട്ടുകളാണ്. അല്ല കവിതയൊക്കെ ആണെങ്കിൽ നടക്കൂടെ, പാട്ടൊന്നും നമ്മളെ കൊണ്ടുവെക്കത്തില്ല. സ്വരത്തിനൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല, പാട്ട് ഞാനും കൂടെ ഒരു വൈബില്ല, അതാണ്. എന്തൊരാ തെറിയാണ്, ഞാൻ വായിക്കൂല. ഹായ് അഡ്രസ്സ് പറഞ്ഞു എടീ പച്ച വരാതി ഇന്ന്. എടാ എൻ്റെ അഡ്രസ്സാണ് ഷെഫീന മനസ്സിൽ പറകുന്ന പീവം നാ വായിക്കുള്ളൂ. ഷാജിയേട്ടാ നിൻ്റെ അഡ്രസ്സ് എഴുതിയിട് ഷാജിയേട്ടാ, പെട്ടെന്ന് എഴുതിയിട്. അവന് മുട്ടി നിൽക്കുകയാണ്. അല്ല ഈ അഡ്രസ്സ് ചോദിച്ചാൽ 9 പേരെന്തോ നിൽക്കുന്നത് @KNROSA@RERSAT. ഇതെന്ത് മൈര് പേരടാ, പൂറ്റിലെ പേരാണല്ലേ. എന്തിനും ഡിലീറ്റ് ചെയ്ത? ഇത്തയുടെ മറുപടി എല്ലാം അടിപൊളിയാണ് ആണോ? ഇതാണ് ചവട ഒരാ. ഇത് മലയാളം ചാനലാണെങ്കിൽ മംഗ്ലീസ് ഞാൻ സമ്മതിക്കും. ഇതൊക്കെ എന്തൊരു ഭാഷ. ഇന്നലെ ബിഗ് ബോസ് ലൈവ് നോമിനേഷൻ ഇല്ല, റിപ്ലൈ എഴുതി വെക്കടാ. ഷാജി എഴുതി വെക്ക് ഷാജി. പുതിയ സൂപ്പർ, താങ്ക് യു. അനീഷിന് മെൻ്റലൊന്നും അല്ല, അത് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും. അനീഷ് ഇത്രയും ദിവസം അവിടെ നിന്നിട്ടെ അവന് എന്നെ മാനസികമായിട്ടൊരു പിരിമുറുക്കമുണ്ട് പാവം. അതിൻ്റെ ഒരു ചേഞ്ചാണ് അവൻ കാണിക്കുന്നത്. അത് മൈൻഡ് ചെയ്യണ്ട. അപ്പം നിർത്തട്ടെ. ചുമ്മാ ഇരടെ, ഞാനും അമ്മയും കൂടെ തമ്മിൽ തെറ്റാനുള്ള കളിയല്ലേ നീ കളിക്കണത്. അമ്മ അവൻ്റെ ഫാനാണ്, വെറുതെ ഇരിക്കുക. അവനൊന്നും പറയല്ലേ. അമ്മ എൻ്റെ അടുത്ത് പിണങ്ങും, എനിക്കത് ഇഷ്ടമില്ല. എനിക്കിപ്പോൾ അനീഷിനെ ചീത്തയാക്കിയിട്ടോ റിയാലിറ്റി പറഞ്ഞിട്ടോ എനിക്ക് അമ്മയെ പിണക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് പ്ലീസ്. വേണ്ട കുറച്ചുകൂടെ. എന്നാൽ ശരി, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഞാൻ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയണം, എന്നാലും ഞാൻ ഇവിടെ ഇരിക്കൂ. അല്ലെങ്കിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കരച്ചിൽ കയറി ചേച്ചി. എടാ ഷാജി അതൊന്നും ഇട്ടടാ, നമുക്കതൊന്നും കേൾപ്പിക്കാം. ചേച്ചി ചേച്ചി ചേച്ചി. അല്ല ഷെഫീന മോശം ആളുകളെ ബ്ലോക്ക് ചെയ്താൽ പോരെ. ചട്ടമിട്ടാൽ കൂടുതൽ. ഞാൻ ഷാളൊന്നും കൊണ്ടുവന്നില്ലടേ. ഷെഫീന മോശം ആളുകളെ ബ്ലോക്ക് ചെയ്താൽ പോരെ. ഇവിടെ എന്നെ അങ്ങനെ മോശം പറയാൻ ആരും വരാറില്ല. അപ്പുറത്തൊരു ഗോഷ്ഠിയുണ്ട്, അവരുടെ ഫേക്കുകളാണ് വന്ന് പറയുക. അപ്പോൾ അവർക്ക് അതിൻ്റെ മറുപടി കൊടുക്കണം. നിങ്ങൾ കേട്ടതല്ലേ അഡ്രസ്സ് ഇടാൻ പറഞ്ഞു. ഞാൻ അഡ്രസ്സല്ലേ പറയുന്നത്, ഞാൻ അഡ്രസ്സ് പറയുന്ന വ്യക്തിയാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഓപ്പണായി പറയാൻ ഒരു ഭയവുമില്ല. പോലീസോ കോടതിയോ ഇനി എന്തൊരു ഇളവാണെന്ന് പറഞ്ഞാലും എൻ്റെ രോമത്തിൽ തൊടാൻ ഒരു രീതിയിലുള്ളൊരു ഭയവുമുള്ള സ്ത്രീയല്ല ഞാൻ. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഞൊട്ട വർത്താനം പറഞ്ഞാൽ തിരിച്ച് നമ്മൾ കൊടുക്കൂലേ സാറോ? നിങ്ങൾ അവരുടെ ഒന്നും വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഇടയ്ക്കൊക്കെ പോയിന്ന് കാണണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ചത്ത് കിടക്കുന്ന ശവം എഴുന്നേറ്റ് പറ്റിക്കും. നമ്മൾ അവരെ എന്ത് ചെയ്തിട്ടാണ്? ഇവളും അവനും കൂടെ വ്യഭിചരിക്കുന്നു. അവൻ്റെ ഭാര്യ കളഞ്ഞിട്ട് അവൻ്റെ ആളെ വാട് നോക്കിപ്പോയി. 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി പ്രസവിച്ച് കിടക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. ആ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കാതെ അവളുടെ സ്വർണം വാങ്ങിച്ച് വിറ്റ് ഇവളെ അണ്ണാക്കി കൊണ്ട് കൊടുത്ത് അതും വാങ്ങി നക്കി മോളെയും അമ്മയും ഒരുപോലിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ കൊച്ചിനെ കെട്ടിക്കുക പോലും ഇല്ല അവൻ, അതിനെ വെച്ച് അനുഭവിക്കുകയാണ്. നിങ്ങൾ അവളുടെ ടൈം ലൈനിൽ തന്നെ പോയി നോക്കൂ, കാണാം മടിയിലിരുത്തി താട്ടണത്. ആ കുട്ടി തുറന്നു പറഞ്ഞ കാര്യമാണ് ഇവനെ കൊണ്ട് സെക്ഷൽ അസാൾട്ട് ഉണ്ടെന്ന്. അത്രത്തോളം ഗതികെട്ട് കിടക്കണം ആ കൊച്ചി. അതിനെ വെച്ചിട്ടാണ് ഇവൾ ഈ കൂത്തരങ്ങ് അത്രയും കാണിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ലൈഫുണ്ട്, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ നമ്മുടെ വഴി നോക്കുകയല്ലേ ചെയ്യുക. അതിന് പകരം ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞാനിവിടെ ഇടുന്ന ഓരോ കമൻറ്റ് പോലും കളയാറില്ല. കമൻറ്റുകൾ പോലും ഇവിടെ സേവ് ചെയ്ത് വെക്കും. ബിക്കോസ് ഇത് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത് തന്നെ ഇട്ടിരിക്കും. ഈ കമൻറ്റ് ഇടുന്നവർക്ക് ആർക്കും ഇത് ഡിലീറ്റ് ചെയ്ത് കൊണ്ടുപോകാനും നോക്കൂല, അത് അവിടെ കിടക്കും. എനിക്കത് എടുക്കേണ്ട സമയത്ത് എനിക്ക് എടുക്കാനും പറ്റും. ഒരു ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ലൈവും ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നതിന് ഒരു ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. ബിക്കോസ് ഐ നീഡ് ഇറ്റ് ഓൾ. ഞാൻ എന്ത് പറഞ്ഞു എന്നും ഞാൻ എന്ത് ചെയ്തു എന്നും ഇവിടെ ഉണ്ടാവണം. ഫിജോയിൽ തുടങ്ങി ഇത് എവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നമുക്കൊന്നും അങ്ങനത്തെ ഒരു ചരിത്രവും ഇല്ലല്ലോ. എന്തുകൊണ്ടില്ല? നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഈ കുട്ടികൾക്ക് ഭാവിയുണ്ട്.
അവർക്കൊക്കെ നാളെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കണം. ഇതുപോലുള്ള വൃത്തികേടൊന്നും നമ്മളാരുടെയും ഒരാളുടെയും കുടുംബം തകർത്തോ മറ്റൊരു സ്ത്രീയുടെ ആഹാരം തട്ടിപ്പറിച്ചോ ഒന്നും നമ്മൾ ഇതുവരെയും ജീവിച്ചിട്ടില്ല. ഞാൻ ഇനി അങ്ങോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കണമില്ല, എനിക്കങ്ങനെ താല്പര്യവുമില്ല. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആരെങ്കിലും കൊണ്ടുവന്നാൽ പോലും ഞാനത് അംഗീകരിക്കുകയില്ല. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, എനിക്ക് മറ്റൊരാളുടെ കണ്ണീരിൽ നിന്നൊരു രൂപ കാശ് വേണ്ട. അതാണ് സത്യം. ഇത് എത്ര നാൾ അങ്ങനെ ഇരിക്കും? ചേച്ചിയായിരുന്നു അവർ തെറി പറയുന്നത്. ആർക്കറിയാം ആരെല്ലാം പറയുന്നു? സനുവിനെ കൊതുകെന്നൊക്കെ വിളിച്ച് പറയുന്നില്ലേ? എല്ലാവരെയും പറയുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത അവരുടെ ഈ വൃത്തികെട്ട ബന്ധം ആരൊക്കെ അംഗീകരിക്കുന്നില്ല അവരെയൊക്കെ അവർ തെറി വിളിക്കും. അതാണ് സത്യം. മനസ്സിലായ? അവര് ഇതുപോലെ വ്യഭിചരിച്ച് നടക്കും. നമ്മൾ ആ വ്യഭിചാരം അക്സെപ്റ്റ് ചെയ്യണം. ആ വ്യഭിചാരം നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെയൊക്കെ അവർ തെറി വിളിക്കും. അതാണ്. ചേച്ചി സിംഗിളാണോ? ചേച്ചിയായിരുന്നു. ഓസ് മലയാളി നിങ്ങൾക്ക് അറിയുമോ? ഇവിടെ ലോകത്ത് വേറെ ആർക്കെങ്കിലും അവളെ അറിയാമോ? പ്രിൻസി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഓസ്ട്രേലിയയിലെ നല്ല കൊടുപ്പുകാരിയാണ്, ദേശീയാണ്. അവളും പിന്നെ ചവറെന്ന് പറയുന്ന അവൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, മറന്നുപോയതാണേ. എനിക്കൊന്ന് സനുവിനെ അറിയാം. അവനുമായിട്ട് വാട്സപ്പിൽ കൂടെ പെൺകുട്ടികളെടുത്ത് മോശം പ്രവർത്തിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് കിടന്ന് തെറി പറയുന്നത്. അത് ഞാനൊരു 100 വട്ടം പറഞ്ഞായിരുന്നു. എനിക്കിനി റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. ഒരുപാട് നേരമില്ലേ, ഒത്തിരി നേരം മെഷീന് വലിയ വീഡിയോസ് കാണാൻ അതിൽ വീടാളി എന്താ ചവിട്ടി ചവള ഞാൻ കുത്തി കയറുവേ അയക്കടിച്ചു. എടയെങ്കിൽ ഇതെന്തൊരു മഴ! ഇങ്ങനെ മഴ പെയ്താൽ വെള്ളത്തിലാവുമല്ലോ ശിവനേ. സാരമില്ല ചേച്ചി, ക്ഷമിച്ചേക്ക്. ഞാനെന്തിനു ക്ഷമിക്കണം? എൻ്റെ ഭർത്താവിനെ ആരും കൊണ്ടുപോയിട്ടില്ല. എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറൊരാളോടെ പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇനി അങ്ങനെ നടക്കുകയില്ല. ഞാൻ വേറൊരാളുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് വന്നിട്ടുമില്ല. ഒരു പെങ്കൊച്ചുണ്ട്, ആ പെങ്കൊച്ചിനെ അവൻ വെച്ച് ഉപയോഗിക്കുന്നത്. ആ പെങ്കൊച്ച് കംപ്ലൈൻറ്റ് ചെയ്തല്ലെങ്കിൽ നിർത്തുന്നതിന് പകരം അവൻ വലിയ ധൈര്യവാനാവുന്നു. എടാ, ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നല്ല വെല്ലുവിളിക്കുക. നീ തിരുവനന്തപുരത്ത് ഇറങ്ങ്, നീ എയർപോർട്ടിൽ ഇറങ്ങി എന്നിട്ട് നീ വെല്ലുവിളിക്കും. നീ വെല്ലുവിളിക്കണ ഭാഗത്തേക്ക് ഞാൻ വരും. ഷാജി വരുന്നുണ്ടോ ഇല്ലയോന്നല്ല, നീ വെല്ലുവിളിക്കും. വരും ഞാൻ വന്ന് നിന്നെ കാണുന്നുണ്ട്. നീ ഇറങ്ങി എയർപോർട്ടിൽ, ബാക്കി ഞാൻ അപ്പോഴും തരാം. നീ പോലീസ് വിളിച്ച ഫോൺ എടുത്തില്ലെങ്കിൽ പോലീസുകാർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അത് പോലീസുകാർ ചെയ്തോളൂ. അല്ലാതൊരു കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. നീൻ്റെ ഉമ്മായെയും ഈ തേവിടിച്ചിയുടെ മോളെയും നീ വിൽക്കേണ്ടി വരും നിനക്ക് തിന്നാൻ. നീ അത് ചെയ്യും, നമുക്കറിയാം. എന്തായാലും റിസോർട്ടുകൾ നോക്കി വെച്ചോളാൻ പറ റസീനാരെടുത്ത്, കൊണ്ടു നടന്ന് കൂട്ടി കൊടുക്കാം. സനു എൻ്റെ ശത്രുവൊന്നുമല്ല. ഇതൊക്കെ ആരാ പറയണേ? സനു എന്നെ ഒന്നും പറയാറില്ലല്ലോ. നൗഷാദ്, റസീന, അവരോട് നിങ്ങൾ എന്താ ശത്രുത? നൗഷാദ് പിന്നെ ആ പെണ്ണിനെ ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ ചെയ്ത ഒരു സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ഓടി വന്ന് കയറി. എൻ്റെ ഒരു 3500 രൂപ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ 9 ദിവസം തിന്ന് തൂറി എവിടെ കിടന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നൗഷാദ് എന്ന് പറയുന്ന ഈ കാമത്തവള വേറൊരു പെണ്ണിൻ്റെ ഭർത്താവാണ്. ആ പെണ്ണ് എന്നെ വിളിച്ചിരുന്നു. അവളുടെ പേരാണ് സുലേഖ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യ സ്ത്രീയാണോ? വരെ എന്നെ പച്ചവെള്ളം വിളിച്ചവള്. ഏതാണ്ട് ഞാൻ എവളെ കൂട്ടി കൊടുക്കുന്ന കണക്കാണ് അവൾ സംസാരിച്ചത്. അപ്പം ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു വെച്ചേ, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. പാതിരാത്രി ഒരുത്തി കരഞ്ഞോണ്ട് എന്നെ വിളിച്ച് ഞാൻ അവൾക്ക് വീട്ടിൽ കയറ്റി. അത്രേ എനിക്ക് അറിയാവുള്ളൂ. ഞാൻ അതിനെ 2-3 ദിവസത്തിനകം അതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അതായി അതിൻ്റെ പാടായി. എന്നെ കിടന്ന് തെറി വിളിക്കരുത്, കേൾക്കൂല. എന്നെ തെറിയോ. അവസാനം ഞാൻ ആറ്റിങ്ങൽ DYSP ഓഫീസിൽ പോയി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം അവർ വിളിച്ചവരെ വിലക്കിയത് കൊണ്ട് അവരെന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ കാര്യം മനസ്സിലാക്കി ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരുടെ ഉമ്മായെയും ആ സുലേഖയുടെ വാപ്പായെയും ആ കുട്ടിയെയും മകളെയും ഒക്കെ പോയി കണ്ടിട്ട് ഞാൻ അവരോട് സോറി പറഞ്ഞു. ഞാൻ ചെയ്തതല്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അടുത്ത് അവൾ ഭർത്താവെന്നാണ് പറഞ്ഞത്. വെപ്പാട്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം. ഞാൻ അതിന് കൂട്ടു തന്നില്ല, ഞാനത് വെളുപ്പിച്ചു കൊടുത്തില്ല. അപ്പൊ സായി വെളുപ്പിച്ചു കൊടുക്കണം എന്നാ പറയണത്. സായി വെളുപ്പിക്കട്ട്. സായിക്ക് ബഷീർ വരെ വെളുപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എവളെ വെളുപ്പിച്ചു? സായി വെളുപ്പിക്കട്ടപ്പാ, എനിക്ക് വയ്യ. ഞാനത് കണ്ടപ്പോൾ ഈ പെണ്ണ് തന്നെ ജട്ടി ജിനുവിൻ്റെയൊക്കെ ലൈവിൽ പോയി ഇരുന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ പെണ്ണ് പറഞ്ഞു. ചിലവിന് കൊടുക്കത്തില്ല, അവളുടെ മാലയോ കമ്മലോ ഒക്കെ ഈ മാലക്കള്ളിയാണിത്. കട്ടുമോട്ടിച്ച് ജീവിക്കുന്നോളാണ് മാലക്കള്ളി. അവൾ ആ പാവപ്പെട്ടവളുടെ മാലയോ മോതിരോ ഒക്കെ എടുത്ത് വിറ്റ് ആ പൈസയും കൊണ്ട് പിന്നെ കന്യാകുമാരി ഇവിടെ വർക്കല റിസോർട്ട് ഒക്കെ പോയി നിരങ്ങിയതാണ് ഈ സാധനം. അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിനകത്ത് എന്നെ വലിച്ചിടുന്ന എന്തിന്? ഞാൻ എന്തിനു വേണം? എനിക്ക് ഒരുപാട് ഇഷ്ടമായി തന്നെ എസ്പെഷ്യലി സംസാരം. എനിക്കറിഞ്ഞൂടെ കേട്ടോ, ഞാൻ അതിനകത്തില്ല, എനിക്ക് അതിനകത്ത് പങ്കില്ല. ഇതൊക്കെ ഓരോന്ന് കടികളാണെന്നേ. കാമഭ്രാന്തെടുത്ത കുറേ എണ്ണം പെമ്മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് അടങ്ങണ്ടായോ? എന്തോ ഒരു കടി പിടിച്ച പെണ്ണുങ്ങളാണെന്നോ. ഇപ്പം ഇന്നലെ ഇരുന്നുകൊണ്ട് മോങ്ങണ്. അവൻ കടി വർത്താനൊന്നും പറയുന്നില്ല, പകരം ഷെബീന ബീബി എന്ന് പറയണം.
കടി വർത്താനം പറയണില്ലെന്നാണ് കരച്ചത്. ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചിട്ട് കടി വർത്താനം പറയണോ, അല്ലെങ്കിൽ അവൾ വേറെ ആളെ നോക്കും. അതുകൊണ്ട് അൽത്താഫ് അങ്ങനെയാണ്. അൽത്താഫ് മുമ്പൊരു പിന്നെ ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ഇതിന് പോയിരുന്നു. അപ്പോൾ ഫർണിച്ചർ ഷോപ്പിനകത്ത് ഒരു കട്ടിൽ ഇങ്ങനെ കാണിക്കണം, അതിനകത്തൊരു അറ കാണിക്കണം. എന്നിട്ട് അവൻ പറയുന്നത് അവിഹിതമുള്ളവർക്കൊക്കെ നല്ലതാണ് ഈ കട്ടിലിൻ്റെ ഈ അറയ്ക്കകത്ത് ആളെ ഒളിപ്പിച്ച് വയ്ക്കാൻ. അവിഹിതത്തിൻ്റെ ആളാണ് അൽത്താഫ്. അവനാണ് ഇവളുടെ ഇപ്പോഴത്തെ വെച്ചുവെപ്പുകാരനെന്ന് പറയുന്നത്. അവൻ്റെ KU തന്നെയാണ് ഇവളെ സാമാനത്തിലെന്നാണ് ഇപ്പോൾ അവള് പറയുന്നത്. നേരായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത അൽത്താഫിനായിരിക്കും അവള് നോട്ടം ഇട്ടിരിക്കും. എന്തരോ എന്താ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ഓ വരണ്ട. എനിക്കും താങ്ക് യു ഖദീജ. സോറി കേട്ടോ പെണ്ണുങ്ങളെ. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ വിളിക്കുന്ന സ്മിത അവരൊക്കെ ശരി എന്നെ സോറി കേട്ടോ. ഞാൻ കൺട്രോൾ കിട്ടത്തില്ല. ഞാൻ പറയുന്നത് ലൈവ് വരുന്നില്ല എന്ന്. നമ്മൾ പറയുന്നതിന് ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, അത് സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. 2 മണിക്കൂർ എനിക്കിതിൽ കൂടുതൽ ഇരിക്കാനൊക്കത്തില്ല ചേട്ടാ. അൽത്താഫ് ആരാ അറിയത്തില്ലേ? കടപ്പുറം കക്കൂസ് റസീനയില്ലേ, ആ കക്കൂസിനെ ഇപ്പം കുണയ്ക്കുന്നത് അവനാ അൽത്താഫ്. അങ്ങനെ ഒരു വ്ളോഗറുണ്ട്, അൽത്താഫ് വ്ളോഗർ. അല്ല എന്ന് അവൻ വന്ന് പറയണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഇന്നലെ അവൾ എടുത്തോണ്ട് എൻ്റെ അൽത്തൂക്കാണ് എന്നെ ഇപ്പം കുണയ്ക്കണേന്നാണ് പറഞ്ഞത്. ആയിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. മതി, അത് വിട്ടേക്ക്. ഓക്കെ, വിട്ടു. അപ്പം ശരി, പിന്നെ വരാം. നീ വയ്യടേ, എത്ര നേരം ഇരുന്നില്ലേ. ഗുഡ് നൈറ്റ്.